وعليكم السلام ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: ثلاث من كن فيه وجد حلاوة الإيمان وجد بهن حلاوة الإيمان: أن يكون الله عز وجل ورسوله أحب إليه مما سواهما، وأن يكره العبد أن يرجع عن الإسلام كما يكره أن يقذف في النار، وأن يحب العبد لا يحبه إلا لله. صدق رسول الله. فليتك تحلو والحياة مريرة، وليتك ترضى والأنام غضاب، وليت الذي بيني وبينك عامر، وبيني وبين العالمين خراب، وليت شرابي من ودادك صافيا، وشربي من ماء المعين سراب. إذا صح منك الود فالكل هين، وكل الذي فوق التراب تراب. ഏറ്റവും ആദരണീയരായ നമ്മുടെ ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ അഭിവന്യ നേതാവ് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, നമ്മുടെ ഈ പരിപാടിയിലെ അധ്യക്ഷനും KICRന്റെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ അവറുകളെ, മറ്റു സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട നൂർ ഫൈസി മുതൽ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായ, എത്ര ശുക്ർ ചെയ്താലും മതിവരാത്ത അതിസന്തോഷം തുളുമ്പുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിലേക്ക് നമ്മെ എത്തിച്ചു തന്നു എന്നത് തന്നെയാണത്. ഇത്രയും നമ്മുടെ ആയുസ് അല്ലാഹു നീട്ടിത്തന്നു. ഇതിൽ നമ്മുടെ ആരുടെയും ഒരു പങ്കുമില്ല. പടച്ച റബ്ബ് കനിഞ്ഞു നൽകിയതാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ വിശുദ്ധ റമളാനിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. ഈ സന്ദർഭത്തിൽ എല്ലാ സത്യവിശ്വാസികളെയും, പ്രത്യേകിച്ച് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, വിശിഷ്യ KICRന്റെ അനുഭാവികളെയും അതിന്റെ നേതാക്കളെയും അതിന് സേവനം ചെയ്യുന്ന എല്ലാവരെയും അതിന്റെ അനുഭാവികളെയും ഞാൻ ആശീർവദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ മാസത്തെ അർഹിക്കുന്ന വിധത്തിൽ ആദരിക്കുവാനും സ്വീകരിക്കുവാനും അത് വേണ്ട വിധത്തിൽ, അതിന്റെ ഓരോ സെക്കൻഡുകളും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാനും രാജാതിരാജനായ റബ്ബ് നമുക്ക് അവന്റെ മഹ്ളു ഫളല് കൊണ്ട് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനിയും ഒരുപാട് റമളാനിലേക്ക് നമ്മുടെ ആയുസ്സിനെ അല്ലാഹു നീട്ടിത്തരുകയും ചെയ്യുമാറാവട്ടെ. മാന്യ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. നിങ്ങളിൽ വെച്ച് ഉത്തമൻ ആരാണ് എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആയുസ് വർദ്ധിക്കുകയും ആ ആയുസ്സിൽ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്.
ആയുസ് വർദ്ധിച്ചു, ആ ആയുസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ടാവൃത്തികളാണെങ്കിൽ അവൻ ഭാഗ്യവാനല്ല. അതേസമയത്ത് ആയുസ് വർദ്ധിക്കുകയും അതിൽ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവന്റെ അമലുകളൊക്കെ നന്നാവുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയുസ് വർദ്ധിക്കുന്നതോടൊപ്പം ആ ആയുസ് ഇത്തരം മഹനീയമായ മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്നതാവുക എന്ന് പറയുമ്പോൾ, ഈ ഒരു റമളാൻ നമുക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹദീസ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, അവരെ തൊട്ട് വന്നിട്ടുള്ള ഒരു ഹദീസാണ്, അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസാണ്. ആ ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബിയാണല്ലോ തൽഹത്ത് ഇബ്നു ഉബൈദില്ല, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളുമാണല്ലോ. യമനുകാരായ 2 ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ താമസിച്ചിരുന്നു, 2 ചെറുപ്പക്കാര്. അവരിൽ ഒരാൾ ഒരു യുദ്ധത്തിൽ ഷഹീദായി മരിച്ചു. അവിടുന്ന് 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം മറ്റേ ആൾ സാധാരണ മരണം പ്രാപിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഇവരെ സ്വർഗ്ഗത്തിൽ, ഇവരെ സ്വപ്നത്തിൽ കാണുകയാണ്. പല രൂപത്തിൽ, ഏകദേശം മഅന അർത്ഥമൊക്കെ യോജിപ്പാണെങ്കിലും വിവിധ രൂപത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു റിപ്പോർട്ടിൽ പറയുകയാണ്, മൂപ്പര് സ്വപ്നത്തിൽ കാണുമ്പോൾ ഈ സാധാരണ മരണം വരിച്ച ആ രണ്ടാമത് മരിച്ച മനുഷ്യൻ ആദ്യമായി സ്വർഗ്ഗത്തിൽ കടക്കുകയും അദ്ദേഹത്തിന്റെ പിന്നിലായി രണ്ടാമതായി ആദ്യം ഷഹീദായി മരിച്ച ആളെ, 1 വർഷം മുമ്പ് ഷഹീദായി മരിച്ച ആളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതായിട്ട് കണ്ടു. ഇങ്ങനെ കണ്ടപ്പോൾ സ്വാഭാവികമായും അതൊരു സംശയം, ഒരു അസ്വാഭാവികത അതിലുണ്ടോ എന്ന് അവർ സംശയിച്ചു, അദ്ദേഹത്തിന് തോന്നി. കാരണം ആദ്യം മരിച്ച ആള് എന്ന നിലക്കും, അതും തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായി, യുദ്ധം ചെയ്ത് ഷഹീദായി മരിച്ചു എന്ന നിലയിലും അദ്ദേഹത്തിനാണല്ലോ മുൻഗണന കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ആ നിലക്ക് ഇവിടെ പ്രത്യക്ഷത്തിൽ മുൻഗണന കാണുന്നത് പിന്നീട് മരിച്ച ആൾക്കാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ആ വിവരം പറയുകയാണ്. രണ്ടാമത് മരിച്ച ആള്, അഥവാ സാധാരണ മരണം പ്രാപിച്ച ആളാണ് ആദ്യം കിടക്കുന്നത്, അദ്ദേഹത്തിനാണ് മുൻഗണന കാണുന്നത്. ഷഹീദായ ആളിൽ രണ്ടാമതായിട്ടാണ് കിടക്കുന്നത്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അതിലുള്ള അദ്ദേഹത്തിന്റെ അമ്പരപ്പ് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതിലെന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? അതിൽ അത്ഭുതപ്പെടാൻ എന്താണുള്ളത്? അലൈസ ഖദ് മകസ ബഅദഹു സന, അദ്ദേഹം ഷഹീദായ മനുഷ്യൻ വഫാത്തായതിന് ശേഷം, അദ്ദേഹം ഷഹീദായതിനു ശേഷം 1 വർഷം പൂർണ്ണമായി ഇദ്ദേഹം ജീവിച്ചില്ലേ? അലൈസ ഖദ് സ്വല്ല ലില്ലാഹി കദാ വകദാ റക്അ, അള്ളാഹുവിന് വേണ്ടി ഇത്രയും റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി അദ്ദേഹം നിസ്കരിച്ചിട്ടില്ലേ? അദ്ദേഹം ചില റിപ്പോർട്ടിൽ അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വല്ല അൽഫൻ വസമാനിമിഅ സ്വല, 1800ഓളം നിസ്കാരങ്ങൾ ചുരുങ്ങിയത് അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ടല്ലോ. വസാമ റമളാന, റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ. റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുകയും ആ മാസം പ്രത്യേകം സുന്നത്ത് നിസ്കരിക്കുകയും അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അത്ഭുതപ്പെടേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിൽ ഉണ്ടായ ആ ഒരു അമ്പരപ്പ് നീക്കുകയാണ്, ആ അത്ഭുതം നീക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിന്റെ ത്വാഅത്തിലായും കൊണ്ട് ഒരു ദിവസം ലഭിക്കുക എന്ന് പറയുന്നത് അതിമഹത്തായ അനുഗ്രഹമാണ്. ആ ദിവസങ്ങൾ തന്നെ അതീവ ശ്രേഷ്ഠതയുള്ള കൊയ്ത്തുകാലം എന്ന് നമ്മൾ പറയുന്ന ബഹുമാനപ്പെട്ട വിശുദ്ധ റമളാൻ പോലെയുള്ള മാസങ്ങളും ദിവസങ്ങളുമൊക്കെ ആയാൽ അതിലെ അത്ഭുതം, അതിന്റെ നിഅമത്ത്, ആ നിഅമത്തിന്റെ വലിപ്പം ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവർണ്ണനീയവും അവാജ്യവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പഠിപ്പിച്ചത്. എന്നാൽ ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ റമളാനിന്റെ മഹത്വം ഉൾക്കൊണ്ടവരാണ് നമ്മളെല്ലാവരും.
വിശിഷ്യ ഇത്തരം ക്ലാസുകളിലൊക്കെ പങ്കെടുക്കുന്നവർ അങ്ങനെയുള്ള ആളുകളാണ്. അല്ലാതെ ഇതിന്റെ മഹത്വം ഉൾക്കൊള്ളാത്തവരല്ല ഇതിൽ കൂടിയവരെല്ലാം. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കൂടുതൽ വിവരിക്കേണ്ടതില്ല എന്നെനിക്കറിയാം. മാത്രവുമല്ല, വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളെയും വളരെ വിശദവും വിശാലവുമായി നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് ഈ ക്യാമ്പയിൻ അവസാനിക്കുന്നതിനോടുകൂടെ ഓരോ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് അവസാനിക്കുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് സംസാരിക്കും. അതുകൊണ്ട് പൊതുവിൽ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ഉണർത്തലാണ്, എന്നോടും നിങ്ങളോടുമുള്ള ഒരു ഉണർത്തലാണ്, ഒരു ഉപദേശമല്ല. നാം അതിമഹത്തായ ഒരു മുഹൂർത്തത്തിലേക്ക് കാലെടുത്തു വെച്ച ഈ സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ഒരു മുൻപില്ലാത്ത വിധത്തിൽ ഒരു പ്രത്യേകമായ ഒരു അത്യാഗ്രഹം, ഈ നന്മയിലേക്കുള്ള ഒരു കുതിപ്പ്, നന്മയോടുള്ള ഒരു ഹിർസ്, അതിലേക്കുള്ള ഒരു മത്സര ബുദ്ധി നമുക്കുണ്ടാവണം. അത് നിർവഹിക്കാൻ നമുക്ക് പ്രത്യേകമായ ഒരു ആത്മാർത്ഥതയും ഒരു സ്നേഹവും നമുക്കുണ്ടാവണം. ഇതിനാവശ്യമായ ഏതാനും ചില കാര്യങ്ങളും റമളാനിൽ നിർവഹിക്കാവുന്ന വളരെ എളുപ്പമുള്ള, അതോടൊപ്പം വലിയ പ്രതിഫലം ലഭിക്കുന്ന ചില അമലുകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മാസത്തിൽ അല്ലാത്ത മാസത്തിൽ ചെയ്യുന്ന ഒരു നന്മക്ക് ഈ മാസത്തിൽ ഒരു നിർബന്ധ കർമ്മം ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. റമളാനിന്റെ തൊട്ടുമുമ്പുള്ള ദിവസം റസൂലുള്ള സഹാബത്തിനെ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, മൻ തഖറബ ഫീഹി മിൻ ഹസ്ബി ഖസ്ലത്തിൻ മിൻ ഖൈർ, ഒരു നന്മ കൊണ്ട്, ഐച്ഛികമായ അഥവാ നിർബന്ധമില്ലാത്ത സുന്നത്തായ ഒരു കാര്യം കൊണ്ട് ഒരാൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അല്ലാത്ത റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഒരു നിർബന്ധ കർമ്മം ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും. ഒരു നിർബന്ധ കർമ്മം ചെയ്താൽ റമളാനല്ലാത്ത മറ്റു ദിവസങ്ങളിൽ 70 നിർബന്ധം ചെയ്തതിന്റെ, നിർബന്ധമായ അമല് ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ അത് നിർവഹിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്. അത് റമളാനിൽ എന്ന് മാത്രമല്ല എല്ലാ സമയത്തും ഉണ്ടാവേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് ചെറിയൊരു വിവരണവും അതിനാവശ്യമായ ചില വഴികളും, അതോടൊപ്പം നമുക്ക് റമളാനിൽ കൈക്കൊള്ളാൻ കഴിയുന്ന, നമുക്ക് വളരെ എളുപ്പത്തിൽ പലതരത്തിലുള്ള ആളുകൾ ഈ ക്ലാസ് റൂമിൽ കേൾക്കുന്നുണ്ടായിരിക്കും. പൂർണ്ണമായി രാപ്പകൽ ജോലിയുള്ളവരുണ്ടായിരിക്കും, വളരെ കുറഞ്ഞ സമയം മാത്രം ഒഴിവുള്ളവരുണ്ടായിരിക്കും, കൂടുതൽ ഒഴിവുള്ളവരുണ്ടായിരിക്കും. എല്ലാവർക്കും എടുക്കാവുന്ന വിധത്തിലുള്ള ചില പ്രത്യേക അമലുകൾ, ചെറിയ ചെറിയ അമലുകൾ, അതിന് വലിയ വലിയ സവാബ് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പഠിക്കുവാനും അതൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാന്യ സഹോദരങ്ങളെ, ആദ്യമായി നമുക്ക് വേണ്ടത്, അത് നാം വളരെ ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ഇബാദത്ത് ചെയ്യുക എന്നത് അല്ല പ്രധാനം. ആ ഇബാദത്തിന്റെ മധുരം അനുഭവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള, നമുക്കൊന്നും ലഭിക്കാത്ത, ഇല്ലാ മൻ റഹിമ റബ്ബി, ഈ കൂട്ടത്തിൽ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, അള്ളാഹു അനുഗ്രഹിച്ച ചിലർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾക്ക് ലഭിക്കാത്ത ഒരു വിഷയമാണ് ഇബാദത്തിന്റെ മധുരം നുകരുക എന്ന് പറയുന്നത്. ഇബാദത്തിനൊരു മധുരമുണ്ട്, ഇബാദത്തിന് ഒരു രസമുണ്ട്. ആ രസം അനുഭവിച്ചുകൊണ്ട്, ആ മധുരം നുകർന്നുകൊണ്ട് ഇബാദത്തെടുക്കാൻ കഴിയുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ പരമപ്രധാനമായ മർമ്മമായ ലക്ഷ്യം. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതിനുള്ള ഒരു അവസരമായി വിശുദ്ധ റമളാനിനെ നാം കാണണം. കാരണം വിശുദ്ധ റമളാനും ഈ ഹലാവത്ത്, മധുരം നേടിയെടുക്കാനുള്ള മാർഗങ്ങളും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം അതിന് തയ്യാറാവണം. എന്റെ മാന്യ സഹോദരന്മാരെ, നാം ഇവിടെ ഇബാദത്തെടുക്കുന്ന ആളുകൾ പലതരത്തിലാണ്. നമ്മുടെ ഒക്കെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ രോഗി കഷായം കുടിക്കുന്നത് പോലെയാണ്. രോഗി കഷായം കുടിക്കും, അവന് എത്ര കയ്പുള്ള കഷായമാണെങ്കിലും എത്ര പ്രയാസമുള്ള മരുന്നാണെങ്കിലും അവൻ കുടിക്കും. എന്തിന്റെ പേരിൽ? അത് കുടിച്ചില്ലെങ്കിൽ അവന് രക്ഷയില്ല, അവന്റെ അസുഖം മാറുകയില്ല. അസുഖം സുഖപ്പെടണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചേ മതിയാകൂ എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് കയ്പുള്ള മരുന്നും അവൻ കുടിക്കുന്നു. ഇത് പോരാ, നമുക്ക്
നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ കടക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് നിസ്കരിക്കുന്നു. അപ്പൊ നരകം അള്ളാഹ് പടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കില്ല, അതല്ലേ അതിന്റെ അർത്ഥം. സ്വർഗം നരകവും അള്ളാഹു പടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് നിസ്കാരം വേണ്ട. നമ്മൾ കൂലി വേലക്കാരാണ്. ഈ അവസ്ഥയിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. നമ്മൾ കൂലിപ്പണിക്കാരാണ്. ആ കൂലി ഇല്ലേ പണിയില്ല. ഈ അവസ്ഥ മാറി അല്ലാഹ് എന്ന് പറയുന്ന ആ സർവശക്തനായ റബ്ബ്, ആ റബ്ബിനെ മനസ്സിലാക്കി സ്നേഹിച്ചുകൊണ്ട് ആ റബ്ബിനെ അനുസരിക്കുകയും അവന് ഖിദ്മത്ത് ചെയ്യുകയും അവന് ഇബാദത്ത് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ വാക്ക് പയറ്റല്ല, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഇതൊക്കെ അനുഭവിച്ചതുമാണ്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ പറഞ്ഞല്ലോ, കുല്ലുഹും യഅ്ബുദൂന മിൻ ഖൗഫി നാരി വയറൗന അൻ-നജാത ഹല്ലൻ ജസീല ഔ ബിഅൻ യസ്കുനുൽ ജിനാന ഫയഹ്ലൗ ബിഖുസൂരിൻ വയശ്റബൂ സൽസബീല ലൈസ ലീ ബിൽ ജനാനി വന്നാ ബിൽ ലൈസ ലീ ബിൽ ജിനാനി വന്നാരി ഹല്ലുൻ അന ലാ അബ്തഗി ബിഹുബ്ബി ബദീല. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ എന്ന് പറയുന്ന മഹദി പറയാൻ, എല്ലാവരും ഇബാദത്തെടുക്കുന്നു നരകത്തെ പേടിച്ചിട്ട്. അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇതാണ് അവരുടെ ആഗ്രഹം. അല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കണം, ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും അതിലെ സെൽസബീലും ആസ്വദിക്കണം, അതിലെ സുഖങ്ങൾ ആസ്വദിക്കണം. ഇതിനു വേണ്ടി അവർ ആരാധിക്കുന്നു. എന്നാൽ ലൈസലി, എനിക്കില്ല സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും എനിക്ക് പറയാനില്ല. സ്വർഗം വേണമെന്നോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ എന്നതെന്റെ ആഗ്രഹമല്ല. അതിനെ സംബന്ധിച്ച് എനിക്ക് ചിന്തയില്ല. ഞാൻ ലാ അബ്തഗി ബിഹുബ്ബി ബദീല, പടച്ചവനെ നിന്നെ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിന് ബദലായി എനിക്ക് മറ്റൊന്നും വേണ്ടതില്ല. ആ സ്നേഹത്തിന് പകരമായി എനിക്ക് സ്വർഗം കിട്ടിയിട്ടും എനിക്ക് തൃപ്തി വരികയില്ല. ആ സ്നേഹത്തിന് പകരമായി എനിക്ക് സ്വർഗത്തിലെ കൊട്ടാരങ്ങളോ എന്ത് തന്നെ ലഭിച്ചാലും അതൊന്നും അതിന് പകരമാവുകയില്ല. അതുകൊണ്ടൊന്നും ഞാൻ തൃപ്തിപ്പെടുകയില്ല. എനിക്ക് വേണ്ടത് നിന്റെ മഹബ്ബത്താകുന്നു എന്ന് പറഞ്ഞത് ഒരു മഹദിയാണ്, ഒരു സ്ത്രീയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട, അള്ളാഹുവിന്റെ വലിയാത്തുകളിൽപ്പെട്ട ഒരു മഹദി ഈ നിലക്ക് പറയുകയാണ്. അതൊരു വെറും വാക്കായി ആരും കാണരുത് എന്നല്ല ബഹുമാനപ്പെട്ട അവർ പറഞ്ഞതായി, ആ മഹദി പറഞ്ഞതായി നമുക്ക് കാണാം. അല്ലാഹുവേ ഉഹിബ്ബുക യാ റബ്ബ്, പടച്ചവനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കാരണം നീ അതിനർഹനാണ്. എന്തുകൊണ്ട് നോക്കിയാലും നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ലാ ഖൗഫൻ മിൻ നാരിക, നിന്റെ നരകത്തെ തൊട്ട് പേടിച്ചതുകൊണ്ടോ നിന്റെ സ്വർഗത്തിൽ ആഗ്രഹിച്ചതുകൊണ്ടോ അല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും ഞാൻ ഇബാദത്ത് എടുക്കുന്നതും. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഉഹിബ്ബുക തമഅൻ ഫീ ജന്നതിക ഫഹ്രിംനി മിൻഹാ. എന്താണ് ആ വാക്ക്? ആ വാക്കിന്റെ ഗൗരവം എത്ര പൂർണ്ണമായി, എത്രത്തോളം കൃത്യമായ നിഷ്കളങ്കതയുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ പറയാൻ കഴിയുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര നിഷ്കളങ്കമാണ് ആ വാക്ക്. അല്ലാഹുവേ ഇൻ കുൻത തഅലമു അന്നി ഉഹിബ്ബുക തമഅൻ ഫീ ജന്നതിക ഫഹ്രിംനി മിൻഹാ, പടച്ചവനെ ഞാൻ നിന്നെ ആരാധിച്ചതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും നിന്റെ സ്വർഗമാകുന്ന സുഖലോകം ആഗ്രഹിച്ചതുകൊണ്ടാണ് എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, എന്ന് നീ എന്റെ മനസ്സിൽ നിന്ന് നീ അറിയുന്നുവെങ്കിൽ എനിക്ക് നീ സ്വർഗം തരണ്ട. നീ അറിയുന്നുവെങ്കിൽ, എന്റെ മനസ്സിൽ നിന്ന് നീ അറിയുന്നുവെങ്കിൽ, അന്നീ അഅ്ബുദുക ഖൗഫൻ മിനന്നാർ, നിനക്ക് വേണ്ടി കൊടും ചൂട്ടിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതും നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് ഞാൻ രാത്രികളിൽ നമസ്കരിക്കുന്നതും മറ്റ് അമലുകൾ ചെയ്യുന്നതും ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതിനെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ നിന്ന് നീ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയായി ഫഹ്രിഖ്നി ബിഹാ, ആ നരകം കൊണ്ട് എന്നെ നീ കരിച്ചു കളയണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാൻ മാത്രം നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഉടമകളായിരുന്നു അവരൊക്കെ. എവിടെ നിന്ന് കിട്ടിയ സ്നേഹം? എവിടെ നിന്നാണ് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞത് അവർക്ക്? എങ്ങനെയാണ് ഇതിന് സാധിച്ചത്? ഇത് ഒരു വെറും വയലു പറഞ്ഞു പോകേണ്ട വിഷയമല്ല. നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്, നാം വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. മഹാന്മാര് പറഞ്ഞല്ലോ, ഫലൈതക തഹലു വൽഹയാതു മരീറത്തുൻ വലൈതക തർലാ വൽ അനാമു ഗിളാബു. പടച്ചവനെ നീ എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലോകം മുഴുവനും എന്നെ വെറുത്താലും പിന്നീട് എനിക്ക് പ്രശ്നമില്ല. നീ എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെടുന്നുവെങ്കിൽ ലോകം മുഴുവനും എന്നെ വെറുത്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല തമ്പുരാനെ. വലൈതക തർലാ വൽ അനാമു ഗിളാബു വലൈത ശറാബി മിൻ വിദാദിക സാഫിയ
വശുർബി മിൻ മാഇൽ മഈനി സറാബു. നിന്റെ പരിശുദ്ധമായ സ്നേഹത്തിൽ നിന്ന് ഒരൽപ്പം കുടിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആ മധു നുകരാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, വശുർബിയ മിൻ മാഇൽ മഈനി സറാബു, പിന്നെ എനിക്ക് ദുനിയാവിൽ ഒരു നൽതണ്ണീർ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എത്ര ദാഹിച്ചു വലഞ്ഞാലും ശരി, പിന്നെ വെള്ളം കുടിക്കുക എന്നത് ഒരു മരീചികയായാലും ശരി, എനിക്ക് പ്രശ്നമല്ല. നിന്റെ സ്നേഹത്തിന്റെ മധു നുകരാൻ, അതൊരൽപ്പം നുകരാൻ എനിക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു. വലൈതല്ലദീ ബൈനി വബൈനക ആമിറു വബൈനി വബൈനൽ ആലമീന ഖറാബു. ഇത് പണ്ടൊരു കവി കാഫൂർ എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് മുന്നിൽ പാടിയ ഒരു കവിതയാണിത്. പക്ഷെ അത് പിന്നീട് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിനോട് ഖിതാബായിക്കൊണ്ട് പറയുകയാണ്. വലൈതല്ലദീ ബൈനി വബൈനക ആമിറു, എന്റെയും നിന്റെയും ഇടയിലുള്ള ബന്ധം അത് അലംഘനീയവും അത് അലങ്കൃതവുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വബൈനി വബൈനൽ ആലമീന ഖറാബു, ലോകത്തിന്റെ ഇടയിൽ ലോകവുമായുള്ള ബന്ധം മുഴുവനും നശിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഇദാ സഹ്ഹ മിൻകൽ വുദ്ദു ഫൽ കുല്ലു ഹയ്യിനു വകുല്ലുല്ലദീ ഫൗക തുറാബി തുറാബു. നിന്നിൽ നിന്നൊരൽപ്പം വുദ് സ്നേഹം എനിക്ക് കിട്ടിയാൽ ഫൽ കുല്ലു ഹയ്യിനുൻ, പിന്നെ എല്ലാം നിസ്സാരമല്ലേ. വകുല്ലുല്ലദീ ഫൗക തുറാബി തുറാബു, ഈ മണ്ണിന്റെ മുകളിലുള്ളതെല്ലാം മണ്ണാണല്ലോ. ഈ മണ്ണിന്റെ മുകളിൽ പലതും കാണുന്നു. ചില ശരീരങ്ങളൊക്കെ കാണുമ്പോൾ നാം അതിയായി ആകൃഷ്ടരാകുന്നു, അവരുടെ സൗന്ദര്യത്തിൽ നാം ആകൃഷ്ടരാകുന്നു. പക്ഷെ സംഗതി അതൊക്കെ മണ്ണാണല്ലോ. എത്ര സൗന്ദര്യം ഉണ്ടായിട്ടെന്താ കാര്യം? അതിനൊക്കെ മണ്ണിന്റെ വിലയല്ലേ ഉള്ളൂ. എന്നാൽ നിന്റെ ആ സ്നേഹം അതൊരൽപ്പം കിട്ടിയാൽ പിന്നീട് ഇതിനൊന്നും ഒരു വിലയും എന്റെ അരികിലില്ല എന്ന് പറഞ്ഞ മഹാന്മാർ. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്, ലൗലാ സലാസു ഖിലാലിൻ, 3 കാര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ലഅഹ്ബബ്തു അല്ലാ അബ്ഖ, മരിച്ചു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. എന്താണ് ആ 3 കാര്യം? തന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ ചോദിച്ചു, വമാഹുന്ന? ഖാല ലൗലാ വളഉ വജ്ഹി ലിസ്സുജൂദി ഫീ ലിഖാലിഖി, എന്റെ ഖാലിഖായ, എന്റെ റാസിഖായ, എന്റെ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ അവന് ശുക്റായും കൊണ്ട്, അവന് ത്വാഅത്തായും കൊണ്ട്, അവന് അടിമ വേലയെടുത്തുകൊണ്ട് എന്റെ മുഖം മണ്ണിൽ കൊണ്ടുപോയി വെക്കുക, സുജൂദ് ചെയ്യുക. അതിന്റെ ഒരു രസം, അതിന്റെ ഒരു സുഖം, ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു അനുഭൂതി, ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും അങ്ങനെ ചെയ്യുന്നതിന്റെ അനുഭൂതി, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അതില്ലെങ്കിൽ അതുപോലെ വലമഉൽ ഹവാജിരി, പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് കൊടും ചൂട്ടിൽ ദാഹം അനുഭവിക്കുന്ന അതിന്റെ രസം. അതുപോലെ വമുഖാഅദത്തു അഖ്വാമിൻ യന്തഖൂനൽ കലാമ കമാ തുന്തഖൽ ഫാക്കിഹ, നല്ലവരും മഹത്തുക്കളുമായ തത്വജ്ഞാനികളായ ആരിഫീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ കൂടെ ഇരിക്കുക. അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് അവരുടെ ഹാലും അവരുടെ മക്കാലും അവരുടെ സ്വഭാവവും അവരുടെ വാക്കുകളുമൊക്കെ മനസ്സിന് പുതിയ ചൈതന്യം നൽകുന്ന ആ വാക്കുകളൊക്കെ കേട്ടുകൊണ്ടുണ്ടാവുന്ന ആ ആസ്വാദനം, ഈ 3 അനുഭവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ 3 അനുഭൂതികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മരണമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു അനുഭവമാണ്. ഇത് അനുഭവിച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരുടെ ചരിത്രം വളരെ സുദീർഘമാണ്. ഈ നിലക്കുള്ളൊരു മഹബ്ബത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇബാദത്തിന്റെ ലദ്ദത്ത്, രസം, രുചി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. നോമ്പിനൊരു രുചിയുണ്ട് സഹോദരങ്ങളെ, ഖിയാമുൽ ലൈലിനൊരു രുചിയുണ്ട് സഹോദരങ്ങളെ, ഫർള് നമസ്കാരങ്ങൾക്ക് അതിന്റേതായ ഒരു മധുരമുണ്ട് സഹോദരങ്ങളെ. അതുപോലെ എല്ലാ അമലുകൾക്കും അതിന്റേതായൊരു മധുരമുണ്ട്. ഈ മധുരം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആത്. മൻ കാന യർജു ലിഖാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലിഖാഇനെ ഒരാൾ കൊതിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവിടെ ലിഖാ അല്ലാഹ് എന്നാണ് പറഞ്ഞത്. അള്ളാനെ കാണല്, ഖിയാമത്ത് നാളോ സ്വർഗമോ നരകമോ അല്ല അവിടുത്തെ വിഷയം. അല്ലാഹ് എന്ന് പറയുന്ന
ആ രാജാതിരാജനായ റബ്ബിനെ കാണാൻ ഒരാൾ ആഗ്രഹിച്ചാൽ, അത് ആഗ്രഹിക്കുന്ന ആളുകളെ, അത് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ, അതിനു വേണ്ടി മനസ്സ് വെമ്പൽ കൊള്ളുന്ന ആളുകളെ, അതിനു വേണ്ടി അവരുടെ മനസ്സ് പിടക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരോടാണ് ഈ ആയത്ത് പറയുന്നത്, ഫഇന്ന അജ്റല്ലാഹി ലആത്, നിങ്ങൾ അല്പം ക്ഷമിക്കൂ, ഇതാ വരുന്നു, ആ രംഗം വരാനിരിക്കുന്നു, ആ രംഗം വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചോളൂ, അത് നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിനെ കാണാൻ ഒരാൾ കൊതിച്ചാൽ അല്ലാഹു ഇവനെ കാണാൻ ഇങ്ങോട്ട് കൊതിക്കും. അല്ലാഹുവിനെ കാണാൻ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവനെ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടും. അവനെ കാണാൻ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അള്ളാഹ് കാണാത്ത അവസ്ഥ ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് ആ ലിഖാ അല്ലാഹു അവനും ഇഷ്ടപ്പെടുന്നതാണ്. മനസ്സിലായോ? ഈ നിലക്ക് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എപ്പോഴും നമ്മൾ ഓതുന്ന ഹദീസാണ്, പലപ്പോഴായി നിങ്ങൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കുമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, 3 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അതുകൊണ്ട് അവന് ഈമാനിന്റെ മധുരം നുകരാൻ കഴിയും. ആ 3 കാര്യങ്ങളെ കൊണ്ട് അവന് ഈമാനിന്റെ മധുരം നുകരാൻ കഴിയും, ഈമാനിനെ ആസ്വദിക്കാൻ കഴിയും, ഇബാദത്തിനെ ആസ്വദിക്കാൻ അവന് കഴിയും, ആ ത്വാഅത്തുകളെ ആസ്വദിക്കാൻ അവന് കഴിയും, ആസ്വാദന രൂപത്തിൽ നിസ്കരിക്കാൻ അവന് കഴിയും, ആസ്വാദന രൂപത്തിൽ അവന് എല്ലാ അമലുകളും ചെയ്യാൻ കഴിയും. എന്താണത്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും റസൂലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാവുക, മറ്റുള്ള സകല വസ്തുക്കളെക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നല്ല അവിടെ പറഞ്ഞത്, അള്ളാഹുവിന്റെ മഹബ്ബത്തുണ്ടാവുക എന്നതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം നമുക്ക്. അള്ളാഹുവിന്റെ നിഅമത്തുകളെയും അവൻ നൽകുന്ന അനുഗ്രഹങ്ങളെയും ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കി തന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് ഈമാനിന്റെ മധുരം നുകരാൻ നമുക്ക് കഴിയുന്നത്. ആ സ്നേഹത്തോടുകൂടെ ഇബാദത്ത് എടുക്കുമ്പോൾ ആ ഇബാദത്തിൽ അവന്റെ ആനന്ദം നിലനിൽക്കുകയാണ്. ആ ഇബാദത്തിൽ നിന്ന് ഒഴിഞ്ഞു വരാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഖുർറത്തു ഐനി ഫിസ്സലാ, സന്തോഷം നിലകൊള്ളുന്ന നിസ്കാരത്തിലാണ്. നോമ്പ് അവന്റെ സൽക്കാരമാണ്. ആ ഒരവസ്ഥ അവന് വരികയാണ്. അതാണ് അടിസ്ഥാനം. ബാക്കിയുള്ളതെല്ലാം അതിന്റെ തബഅാണ്, അതിനോട് അനുബന്ധങ്ങളാണ്. വഅൻ യക്റഹൽ അബ്ദു അൻ യർജിഅ അനിൽ ഇസ്ലാമി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, ഇസ്ലാം ഈമാൻ അല്ലാഹു നമുക്ക് കനിഞ്ഞു തന്നു. ഇനി തന്നിൽ നിന്ന് അതിനെ തൊട്ട് വല്ല മടക്കവും ഏതെങ്കിലും വിധത്തിൽ വല്ല നിഫാഖോ രിദ്ദത്തോ വരുമോ എന്ന് ഭയപ്പെടുക. ഏതുപോലെ തന്നെ തീയിൽ കൊണ്ടുപോയിടുന്നതിനെ എങ്ങനെ ഭയപ്പെടുന്നു, ഒരാളെ തീയിൽ കൊണ്ടുപോയിടുന്നതിനെ എങ്ങനെ ഭയപ്പെടുന്നുവോ അതുപോലെ ഭയപ്പെടുക. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക എന്നുള്ളത് തന്നെ അസല്. ഈ 3 കാര്യങ്ങളിൽ ബാക്കി 2 മറ്റതിന്റെ തബഅായിട്ടുണ്ടാവുന്നതാണ്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നാണ്. ഒരാളെ നമ്മൾ അള്ളാഹിനെ അറിഞ്ഞാ പോരാ, അള്ളാഹുവിനെ ഇപ്പൊ നമ്മളൊക്കെ അറിയുന്നുണ്ട് ചില രൂപത്തിലുള്ള അറിവ്, ആ അറിവ് പോരാ. ഒരാളെ അറിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാണ് മറക്കും. മൻ തഅറഫ അഹദൻ യൻസാഹു, ഒരാളെ അറിഞ്ഞു എന്നതുകൊണ്ട് അത് നിലനിൽക്കണമെന്നില്ല, മറന്നുപോകാം. എന്നാൽ വമൻ അഹബ്ബ അഹദൻ യദ്കുറുഹു വയൻസാ സിവാഹു, ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ മാത്രം സ്മരിക്കുകയും അതല്ലാത്തതെല്ലാം മറന്നുപോവുകയും ചെയ്യും. ഒരാളെ അറിഞ്ഞാൽ മറന്നുപോകും. അതേസമയത്ത് ഒരാളെ സ്നേഹിച്ചാൽ അത് മാത്രം ഇവന്റെ കണ്ണിലെപ്പോഴും, ഇവന്റെ ചിന്തയിലെപ്പോഴും, അല്ലാത്തതൊക്കെ മറന്നുപോകും. ഈ ഒരവസ്ഥ ഉണ്ടാകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. ഇത് നമുക്കുണ്ടാവണം, ഇത് ഉണ്ടാക്കിയെടുക്കണം. അത് വലിയ പ്രയാസമുള്ള സംഗതി ഒന്നല്ല. നാം അധ്വാനിച്ചാൽ, നാം ഒരൽപ്പം മനസ്സ് വെച്ചാൽ നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന സംഗതിയാണ്.
അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുക. ഇതാണ് അതിനുള്ള മാർഗം. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നല്ല ഹലാവത്തിനുള്ള മാർഗമായി പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അയ്യകൂനല്ലാഹു അഹബ്ബ ഇലൈഹിയാണ്, അഖ്ശാ ഇലൈഹി അല്ല. അയ്യകൂനല്ലാഹു അഹബ്ബ ഇലൈഹി, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും റസൂലും മറ്റുള്ള സകലത്തിനേക്കാളും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒരവസ്ഥ കണ്ടുവരിക. അതുകൊണ്ട് വന്നാൽ അവന് ഈമാനിന്റെ മധുരായി, ഇബാദത്തിന്റെ മധുരായി, അവന് മധുരം ലഭിച്ചു. പിന്നെ സംശയമില്ല സഹോദരങ്ങളെ, അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായൊരു സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ സ്നേഹം ആ തന്റെ സ്നേഹഭാജനത്തിന്റെ മുന്നിൽ എന്തും സമർപ്പിക്കാൻ തയ്യാറാകുന്നു. അതിനുവേണ്ടി രാപ്പകലുകൾ ഉറക്കമൊഴിക്കുന്നു, എന്തിനും തയ്യാറാകുന്നു മനുഷ്യൻ. എന്നാൽ രാജാതിരാജനായ റബ്ബിനാണ് ആ സ്നേഹം കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി. അതല്ലാത്ത കാലത്തോളം നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല സഹോദരങ്ങളെ. മഹാന്മാര് പറഞ്ഞല്ലോ, മസാക്കീനു അഹ്ലുദ്ദുന്യ, ദുന്യാവിന്റെ അഹ്ലുകാരൊക്കെ മിസ്കീന്മാര്, പാവങ്ങള് മിസ്കീന്മാര്. നമ്മൾ പറയില്ലേ മിസ്കീൻ മിസ്കീൻ അറിയില്ലേ, ആ മിസ്കീനാണ് പറഞ്ഞത്. സക്കാത്തിന് അർഹനായ മിസ്കീനല്ല പറയുന്നത്. ഈ മുതലാളിമാരും ഈ രാജാക്കന്മാരും ഒക്കെ മിസ്കീന്മാരാ, പാവം സാധുക്കള്. ഖറജൂ മിനദ്ദുനിയ, ദുനിയാവിൽ നിന്ന് അവർ മരിച്ചു പോകുന്നു. വമാ ദാഖൂ അത്യബ മാ ഫിഹാ, ആ ദുനിയാവിൽ അനുഭവിക്കാവുന്ന ഏറ്റവും നല്ല ഏറ്റവും രുചികരമായത് അവർ അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. എന്താണ് ഒരു ദുനിയാവിലെ ഏറ്റവും രുചികരമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഹബ്ബത്തുല്ലാഹ്, അള്ളാന്റെ മഹബ്ബത്ത്, അള്ളാനെ സ്നേഹിക്കാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഈ ഒരു വിഷയം പറയാൻ നമ്മൾ ആരും അർഹരല്ല, ഞാനും അർഹനല്ല. അള്ളാന്റെ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഏറ്റവും ഈമാനിന്റെ ഏറ്റവും ഉയർന്ന ദർജയാണ്. ആ ദറജ അത് വേറെ ആർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് മുഹിയുദ്ദീൻ ശൈഖിന് പറഞ്ഞിട്ടുള്ളതാണ്, അത് നഫീസ് ബീവിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അത് റാബിയത്തുൽ അദവിയ്യക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള മഹാന്മാർക്ക് നമ്മൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്ന് വിചാരിച്ചിരിക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ സന്ദർഭം റമളാനിന്റെ ആദ്യത്തെ ദിവസമാണിത്. നാം ഒന്ന് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുക, അള്ളാഹിനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകുക. എങ്ങനെ നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കാതിരിക്കും? അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും ഒരു മനുഷ്യന്? അള്ളാഹുവല്ലേ നമ്മെ പടച്ചത്, അള്ളാഹുവല്ലേ നമുക്ക് ജന്മം നൽകിയത്. ഈ ജന്മം നൽകുമ്പോൾ ഏതെല്ലാം വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സംരക്ഷിച്ചു. നാം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുമ്പോൾ, നാം നമ്മുടെ മാതാപിതാക്കളുടെ മുതുകിലാകുമ്പോൾ, നാം നമ്മുടെ മാതാപിതാക്കളുടെ മുതുകിലോ അവരുടെ വയറ്റിലോ ഒക്കെ ആകുന്ന സന്ദർഭത്തിൽ അപ്പോഴൊക്കെ നമ്മെ സംരക്ഷിച്ചു പോന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മെ സംരക്ഷിച്ചു പോന്നു. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുമ്പോൾ ആദ്യമായി അത് രക്തകഷ്ണവും പിന്നീട് മാംസകഷ്ണവും പിന്നീട് മനുഷ്യരൂപവും ഒക്കെ ആകുമ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ആവശ്യമായത് നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ ചെല്ലുന്ന വിഷയങ്ങളിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന് നമുക്ക് തന്നത് ആർക്കാണ് അതിനുള്ള കഴിവുള്ളത്? പടച്ച റബ്ബിനല്ലാതെ. ആ സന്ദർഭത്തിൽ ഇതിനെ സംരക്ഷിച്ചത് ആരാണ്? ആ റബ്ബ്, രാജാതിരാജനായ റബ്ബ് പരിപൂർണനായി നമ്മെ സൃഷ്ടിച്ചു, എല്ലാ കഴിവും നമുക്ക് നൽകി. നാം ഇന്ന് ഈ ഒരു സെക്കൻഡിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തിന്റെ എണ്ണങ്ങൾ ആർക്കാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുക? ഒരു ചെറിയ നിഅമത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാം വളരെ ചെറുതായി കാണുന്ന ഒരു നിഅമത്ത്, ആ നിഅമത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ വായിൽ വെള്ളമുണ്ട്, നമ്മുടെ കണ്ണിൽ വെള്ളമുണ്ട്, നമ്മുടെ ചെവിയിലും ഒരു തരം വെള്ളമുണ്ട്. ഈ മൂന്ന് വെള്ളത്തിന്റെ രുചി വ്യത്യാസമാണ്. എന്തിനാണ് ആ വ്യത്യാസമുണ്ടായത്? ആരാണ് ആ വ്യത്യാസമുണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു ആ വ്യത്യാസമുണ്ടാക്കിയത്? ലോകം മുഴുവനും വിചാരിച്ചാൽ അതിന് സാധിക്കുമോ? നമ്മുടെ വായിലുള്ള ഉമിനീര് നേരിയ മധുരമാണ്. പനി പിടിച്ച് കയ്പ് വന്ന ഒരു സാധനം നമുക്ക് ഇറക്കാൻ കഴിയില്ലല്ലോ. കഴിക്കുന്നു എന്ന് പറയും. നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് രുചിയുണ്ടാക്കി തരുന്നത്, അതിനെ ദഹിപ്പിക്കുന്നത് ഈ വായിലെ വെള്ളമല്ലേ, ഈ ഉമിനീരല്ലേ?
അതിന് മധുരം നൽകിയത് ആര്? ലോകം മുഴുവനും വിചാരിച്ചാൽ അതിന് സാധിക്കുമോ? നിനക്ക് പനി പിടിച്ച് കയ്പ് വന്ന ഉമിനീരിനെ മധുരിപ്പിക്കാൻ ആർക്ക് സാധിക്കും? അള്ളാഹുവിനല്ലാതെ സാധിക്കുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലേ അത് നിനക്ക് തന്നത്. ആ മധുരം തന്നത് നിന്റെ കണ്ണിലെ വെള്ളം, കണ്ണിലും വെള്ളമുണ്ട്. കണ്ണിന്റെ വെള്ളം അത് ഒരു തരം പുളിയാണ്, ഒരു തരം ഉപ്പുരുചിയാണ്, ഒരു തരം ഉപ്പുരുചിയാണ്. ആ കണ്ണിനെ സംരക്ഷിക്കാൻ അത് ആവശ്യമാണ്. കണ്ണിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ, ഒരു തരം ദശരൂപമാണല്ലോ. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ അതിന്റെ ഉപ്പുരുചി ആവശ്യമാണ്. ആര് സംവിധാനിച്ചു ഈ സംവിധാനം? ആര് സംവിധാനിച്ചു ഈ സംവിധാനം? ആരാണിത് നൽകിയത്? ചെവിയിൽ ഒരു തരം നനവുണ്ട്. ആ ചെവിയിലെ നനവ് കയ്പുരുചിയാണ്. അത് കയ്പല്ലാതിരുന്നുവെങ്കിൽ അറിയാമായിരുന്നു കോലം. ഒരൽപ്പം മധുരമുള്ളതായിരുന്നുവെങ്കിൽ നമ്മൾ കിടന്നുറങ്ങി ഒരു അരമണിക്കൂർ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ആ പരിസരത്തുള്ള ഉറുമ്പുകൾ മുഴുവനും നമ്മുടെ ചെവിയിലാകുമായിരുന്നു. അതിന് കയ്പുരുചി നൽകി. ആ ദ്രാവകം അവിടെ ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്തു. ആര് നിർവഹിച്ചു ഇത്? ഇത് നമ്മുടെ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ നമുക്ക് ജീവനും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമുക്ക് മൂത്രമൊഴിച്ചാൽ നമ്മുടെ മൂത്രം അരമണിക്കൂർ പോവാതിരുന്നാൽ പോകട്ടെ, 10 മണിക്കൂർ പോവാതിരുന്നാൽ നമ്മെ എന്തിനു പറ്റും സഹോദരങ്ങളെ? ആരാണ് അതിനുള്ള സൗകര്യം നമുക്ക് ചെയ്തു തരുന്നത്? മൂത്രമൊഴിക്കാനുള്ള ആവശ്യം വരുമ്പോൾ അത് വെറുതെ അങ്ങ് പോവാതെ അത് റിമോട്ട് കൺട്രോൾ പോലെ പ്രത്യേകമായി അതിനെ അവിടെ തടയപ്പെടുകയും നാം ഉദ്ദേശിക്കുമ്പോൾ അത് പുറത്തു പോകുന്ന ഈ സംവിധാനം ആര് സംവിധാനിച്ചു? ഈ നിഅമത്തിന്റെ ഒക്കെ വലുപ്പം അറിയാൻ ചില ആളുകൾ അള്ളാഹു പരീക്ഷിക്കുന്നു. അവർക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുന്നു. ഈ നിലക്കും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നു. ഈ നിലക്ക് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത്രേ, പടച്ചവനെ, ഏറ്റവും മൃദുലമായ ഏറ്റവും ലോലമായ ഒരു നിഅമത്ത് നിന്റേത് എനിക്ക് നീ കാണിച്ചുകൊണ്ടായെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, തനഫസ്, ശ്വാസോച്ഛ്വാസം നടത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മനില്ലദീ യുഹ്സി അലൈക ഹാദാ, ഇതിനെ നിന്റെ മേൽ എണ്ണിക്കണക്കാക്കാൻ ആരാ ഉള്ളത്? നിങ്ങളുടെ മേൽ ഇതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ ആരാ ഉള്ളത്? ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ. ഇതിന്റെ നിഅമത്തിന്റെ വലുപ്പം അറിയണമെങ്കിൽ ശ്വാസം മുട്ട് വരണം. അപ്പൊ അറിയാം അതിന്റെ അസുഖം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന നാം, സകലമാന അനുഗ്രഹങ്ങളിലും മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മിൽ നിന്നുണ്ടാകുന്നതോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മിൽ നിന്നുണ്ടാകുന്നത് എന്താണ്? ഒരു ദിവസം എത്രത്തോളം നാം നന്ദി ചെയ്യുന്നുണ്ട്, എത്ര നന്ദികേട് കാണിക്കുന്നുണ്ട്, എന്തെല്ലാം വൃത്തികേടുകൾ നാം കാണിക്കുന്നു. ഈ പടച്ച റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് നാം അവന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നു, കേൾക്കുന്നു, ചെയ്യുന്നു, കാണുന്നു, എല്ലാം ചെയ്യുന്നു. എന്നിട്ടും അള്ളാഹു അവന്റെ കോപത്തിന്റെ കണ്ണുകൊണ്ട് നമ്മിലേക്ക് നോക്കുന്നില്ല. അവന്റെ കാരുണ്യം കൊണ്ട് നമ്മിലേക്ക് നോക്കുന്നു. ഭൗതികമായി ഇങ്ങനെയുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അള്ളാഹു കൊടുത്തു. എന്നാൽ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി, ഹിദായത്ത് നൽകി. നമ്മുടെ ആരുടെയും തറവാടിന്റെ മഹിമ കൊണ്ടല്ലല്ലോ നമുക്ക് ഈമാൻ കിട്ടിയത്. നമ്മുടെ ആരുടെയും മഹത്വം കൊണ്ടാണോ നമുക്ക് ഹിദായത്ത് കിട്ടിയത്? പടച്ച റബ്ബ് നമുക്ക് കനിഞ്ഞു നൽകിയ ഈ ഹിദായത്ത്, ഈ അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ്! എത്ര വലിയ ബുദ്ധി ഉണ്ടായിട്ടെന്ത് കാര്യം? എത്ര വലിയ ബുദ്ധിമാന്മാരാണ് കല്ലിനടിമപ്പെടുന്നത്, കല്ലിനെ ആരാധിക്കുന്നത്, ലിംഗത്തിന് ആരാധിക്കുന്നത്, പശുമൂത്രത്തിന് ആരാധിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നിലക്കുള്ള റഹ്മത്തുകൾ നൽകി എന്നല്ല മനുഷ്യനെ അല്ലാഹു പ്രേരിപ്പിച്ചു. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നല്ല നിലക്ക് നടന്നാൽ, നിങ്ങൾ നല്ല നിലക്ക് ജീവിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്, എനിക്കല്ല. എന്നെ ആരാധിക്കാൻ ഇവിടെ ഒരുപാടുണ്ട്.
ഈ പ്രപഞ്ചമാസകലം, പ്രപഞ്ചത്തിന്റെ കണക്കെത്രയാണ് നമുക്കാർക്കെങ്കിലും കണക്കാക്കാൻ കഴിയുമോ? ഈ ലോകത്തുള്ള സകല വസ്തുക്കളും പടച്ച റബ്ബിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കോടാനക്കോടി കണക്കിന് സൃഷ്ടിജാലങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ഇവിടെയുള്ള സകല വസ്തുക്കളും, എണ്ണിയാൽ തീരാത്ത സകല വസ്തുക്കളും, ഈ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ തന്നെ പടച്ച റബ്ബിന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് നമ്മുടെ ഒരു സുബ്ഹാനല്ലാഹ് പോലും ആവശ്യമില്ല. അതാ നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ടും പറഞ്ഞു, നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാ. നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാ. നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാ. ആ സ്വർഗമാണെങ്കിലോ ആകാശഭൂമിയേക്കാൾ വിശാലമാണ്. ആ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള സുഖങ്ങൾ എത്ര പ്രവിശാലമാണ്. ആ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതാണ്, കാത് കേട്ടിട്ടില്ലാത്തതാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിക്കുക പോലും ചെയ്തിട്ടില്ലാത്തതാണ്. അത്ര അത്ഭുതകരമായ അനുഗ്രഹമാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചോളൂ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക. ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ നല്ലത് ചെയ്തുകൊള്ളുക. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഞാൻ തന്നെ തരാം. പക്ഷെ എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല. മൻ അമില സാലിഹൻ ഫലിനഫ്സി, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് തനിക്ക് ഗുണം. അള്ളാഹ്ക്ക് എന്താ കാര്യം? അള്ളാഹുവിന് സകല പറവകളും സകലമാന ജീവികളും, ജീവനില്ലാത്തതും നിർജീവിയായ എല്ലാ വസ്തുക്കളും, ഈ ലോകത്തുള്ള ഓരോ മണൽത്തരികളും കൂറ്റൻ ഗാലക്സികളും എല്ലാം, അതിലുള്ള സകല കോടിക്കണക്കിന് നക്ഷത്രങ്ങളും എല്ലാം രാജാതിരാജനായ റബ്ബിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് മനുഷ്യ നിന്റെതൊന്നും ആവശ്യമില്ല. എന്നിട്ടും അല്ലാഹ് പറയുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങൾ നന്മ ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നന്മ ചെയ്യൂ, നിങ്ങൾക്ക് വേണ്ടി ഹൂറുല്ലീങ്ങളെ തയ്യാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയൂ, നിങ്ങൾക്ക് കൊട്ടാരം പണിയുന്നുണ്ട്. നിങ്ങൾ നന്മകൾ ചെയ്യൂ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പഴം വേണോ അതവിടെയുണ്ട്. നിങ്ങൾ നന്മ ചെയ്യൂ, നിങ്ങൾക്ക് അവിടെ കുഴപ്പമുണ്ടാക്കാത്ത, മത്ത് വരാത്ത കള്ള് നിങ്ങൾക്ക് അവിടെയുണ്ട്. എന്ത് വേണോ അത് നിങ്ങൾക്ക് അവിടെയുണ്ട്. മാ തസ്തഹീഹിൽ അൻഫുസു, ശരീരം ആഗ്രഹിക്കുന്നതെന്തോ അത് മുഴുവനും നിങ്ങൾക്ക് നമ്മൾ തരാം. ആർക്ക് വേണ്ടിയായി പറയുന്നത്? ആർക്ക് വേണ്ടിയായി പറയുന്നത്? സഹോദരങ്ങളെ, ഈ റബ്ബിനെ നമ്മളെങ്ങനെ സ്നേഹിക്കാതിരിക്കും? എന്നല്ല അല്ലാഹ് പറയുന്നു, നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു തെറ്റ്, അതിന് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ. ഒരു തെറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചു, പിന്നീട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പകരം പ്രതിഫലമാണുള്ളത്. ഒരു തെറ്റ് ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, പിന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടോ മറ്റോ അതിൽ നിന്ന് ഒഴിഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് അതിനൊരു കുതിബത്ത് ലഹു ഹസന, ഒരു നന്മ എഴുതപ്പെടും. എന്നാൽ ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, സാഹചര്യ കാരണങ്ങളാൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പോഴും ഒരു നന്മ എഴുതി അവിടെ. അള്ളാഹ്ക്കുണ്ട് അതിന്റെ വല്ല കാര്യം സഹോദരന്മാര്. അള്ളാഹ്ക്ക് എന്തിനാണിത്? നമ്മളതൊക്കെ ഇങ്ങനെ ഹദീസുകളൊക്കെ വായിക്കുമ്പോ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ചു പോകും. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, രണ്ടും നിങ്ങൾ താരതമ്യം ചെയ്ത് ആലോചിച്ചു നോക്ക്. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ തിന്മ ചെയ്തില്ലെങ്കിൽ അവന് കുതിബത്ത് ലഹു ഹസന, ഒരു നന്മ എഴുതുകയാണ്, രേഖപ്പെടുത്തുകയാണ്. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്താൽ ഒരു തിന്മയുടെ കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹ് പൊറുത്തു തരും ചെയ്യും. അതേ സമയത്ത് ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ സാഹചര്യ കാരണങ്ങളാൽ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു ഹസനത്തെ അവിടെ രേഖപ്പെടുത്തും. ഇനി ആ ഒരു നന്മ ചെയ്താലോ, കുതിബത്ത് ലഹു അശ്റു ഹസനാത്ത്, ചുരുങ്ങിയത് 10 നന്മ, ചുരുങ്ങിയത് 10 ചെയ്തു എന്നതാണ്. ഒരു നന്മ നിങ്ങൾ ചെയ്താൽ, ഒരു സുബ്ഹാനല്ലാഹ് നിങ്ങൾ പറഞ്ഞാൽ, ഒരു ദിർഹം നിങ്ങൾ കൊടുത്താൽ, നിങ്ങൾ 10 ദിർഹം കൊടുത്തു എന്ന് അല്ലാഹ് എഴുതുന്നത്. എന്താ അതിന്റെ ആവശ്യം അല്ലാഹ്ക്കുള്ളത്? അല്ലാഹു ഗനിയ്യുൻ ഹമീദ്. ആ ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് നാവ് തന്നത് അല്ലാഹു അല്ലേ? അതിനുള്ള കഴിവ് തന്നത് അല്ലാഹു അല്ലേ? അതിനുള്ള ശേഷി തന്നത് അല്ലാഹു അല്ലേ? അതിന് നമുക്ക് തോന്നിപ്പിച്ചത് അല്ലാഹു അല്ലേ?
എന്നിട്ടും അല്ലാഹു പറയുന്നു, നീ ഒരു നന്മ ചെയ്താൽ ചുരുങ്ങിയത് 10 എഴുതും. ഇലാ 700 ളഅഫ്, 700 വരെ, 70,000 വരെ. ഇലാ അദ്ആഫി മുളാഅഫ, എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിൽ അതിന്റെ ആത്മാർത്ഥതയും അതിന്റെ പരിപൂർണതക്കും അനുസരിച്ച് അതിന്റെ സവാബ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നോക്കണം നിങ്ങൾ, ഇത് അല്ലാഹു ചെയ്തു തന്ന റഹ്മത്ത്. ഇതൊക്കെ കേട്ടിട്ടും, ഇതൊക്കെ നമ്മൾ ഓതുന്നു വിശുദ്ധ ഖുർആനിൽ ഇതിന്റെ ആയത്തുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നാം ഈ വഅദ് കേൾക്കുന്നു, നാം ഈ ഉപദേശങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം അറിയുന്നു. എന്നിട്ടും നമ്മൾ നാം നിസ്കരിക്കാൻ കൈകെട്ടുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നു. നാം എന്റെ ജീവിതവും എന്റെ മരണവും നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. എന്ന് വജ്ജഹ്തു വജ്ഹിയൊക്കെ ഓതി നിസ്കരിക്കാൻ കൈകെട്ടി, നിസ്കരിച്ചു ഫാത്തിഹ ഓതി ഇയ്യാക നഅ്ബുദു നിന്നെ അനുസരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവസാനം അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു പറഞ്ഞു. ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി ഒരു വേണ്ടാത്തരത്തിനും പോകില്ല എന്ന് പറഞ്ഞിട്ട്, ഒക്കെ പടച്ചവനെ നീ പുറത്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് സലാം വീട്ടി പിന്നെയും അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം ഒക്കെ പറഞ്ഞ് തസ്ബീഹ് ചൊല്ലി ദുആ ചെയ്തു. സുന്നത്തൊക്കെ നിസ്കരിച്ച് പിന്നെ പുറത്തിറങ്ങിയ ആദ്യം തന്നെ കണ്ണുകൊണ്ട് ഒരു ഹറാമിലേക്കാ നോക്കുക. ഇതൊക്കെ പറഞ്ഞ മനുഷ്യൻ എന്തിന് പറ്റും? നമ്മളെ ലജ്ജ കൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ? നാം എത്ര നിന്ദ്യരാണ്, നാം എത്ര നിസ്സാരരാണ്. അപ്പോഴും എന്റെ റബ്ബ് പറയുന്നതോ, ഇതൊക്കെ ചെയ്തിട്ടും എത്ര വട്ടം ഇങ്ങനെ നമ്മൾ ചെയ്തത്? ഒരു ദിവസമാണോ? നിങ്ങളുടെ ഒരു കമ്പനിയോട് ഒരു വട്ടം തെറ്റ് ചെയ്താൽ ഒരു പക്ഷേ നിന്റെ മുതലാളി ക്ഷമിച്ചെന്ന് വരും, ചിലപ്പോൾ 2 വട്ടം ക്ഷമിച്ചെന്ന് വരും. മൂന്നാമതും ആ തെറ്റ് ആവർത്തിച്ചാൽ ഫിനിഷ്, കഴിഞ്ഞു, നേരെ ടിക്കറ്റാ. അല്ലേ? അതല്ലേ നമ്മുടെ അവസ്ഥ? അതല്ലേ മനുഷ്യന്റെ അവസ്ഥ? ആരാണ് കൂടുതൽ അതിന്റെ അപ്പുറം ക്ഷമിക്കുക? പക്ഷെ ഈ പണി നമ്മൾ തുടങ്ങിയിട്ട് എത്ര കാലായി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയും, പുറത്തിറങ്ങിയാൽ പിന്നെയും ചെയ്യും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയും, പിന്നെയും നാവ് കൊണ്ട് തെറ്റ് ചെയ്യും. എന്നാലും എന്റെ റബ്ബ് പറയുന്നതോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയെ തങ്ങൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഇങ്ങനെ വേണ്ടാത്തരം ചെയ്യുന്ന എന്റെ അടിമകളെ, തെറ്റുകൾ ചെയ്യുന്ന പാപികളായ എന്റെ അടിമകളെ, യാ ഇബാദി എന്ന അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്നു, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട്. ആരെയാണ് വിളിച്ചത്? ഖുൽ യാ ഇബാദി, എന്റെ അടിമകളെ. ഈ എന്റെ അടിമകളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഇബാദത്തിൽ മുഴുകി അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറിയ ആളുകളെ എന്നല്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ശരീരത്തോട് അതിക്രമം കാണിച്ച ആളുകളെ, വേണ്ടാവൃത്തിയിൽ മുഴുകിയ ആളുകളെ, കള്ളു കുടിച്ചവരെ, പെണ്ണ് പിടിച്ച് ജീവിക്കുന്നവരെ, പെണ്ണ് പിടിച്ച് കള്ളു കുടിച്ച് ജീവിക്കുന്ന എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ ഒനിയും മോനിയുമായ ആരിലേക്കും ആശ്രയമില്ലാത്ത ആ പടച്ച റബ്ബ് പറയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്താലും എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ. എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ കാരുണ്യത്തെ തൊട്ട്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ദോഷവും പുറത്തു തരുന്നവനാണ്, സകല ദോഷവും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു അതീവ കരുണയുള്ളവനും ധാരാളം പുറത്തു തരുന്നവനുമാകുന്നു. ഈ റബ്ബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും സഹോദരങ്ങളെ? എങ്ങനെ സ്നേഹിക്കാതിരിക്കും എന്നല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് സത്താർ. അള്ളാഹു സത്താറാണ്, അള്ളാഹു മറക്കുന്നവനാണ്. മറവിയല്ല, മറച്ചു വെക്കുന്നവനാണ്. എന്തിനെ മറക്കുന്നു? ഐബുകളെ മറക്കുന്നു. ഐബുകൾ അള്ളാഹു തആല മറച്ചു വെക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ അള്ളാഹു വഷളാക്കുന്നുണ്ടോ? നമ്മൾ അള്ളാഹു വഷളാക്കുന്നുണ്ടോ? മനുഷ്യന്മാരുടെ സ്ഥിതി അതാണോ?
ഇതൊക്കെ ചെയ്തിട്ടും അള്ളാഹു നമ്മെ വഷളാക്കുന്നില്ല സഹോദരങ്ങളെ. മാത്രമല്ല, അങ്ങനെ വഷളാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടവുമില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വഷളാക്കുന്നത് ആ പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ അതിന് അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ അവന്റെ ഐബ് പുറത്തു പറയുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ല. അങ്ങനെ ഒരാൾ മറ്റൊരാളിലുള്ള ഐബിനെ മറച്ചു വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഐബിനെ അള്ളാഹു മറച്ചു വെക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുക ചെയ്തത്. എന്നല്ല ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖ് അലൈഹിയായ ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ നാളെ മഹ്ശറിൽ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു നിർത്തും. എന്നിട്ട് ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു, അല്ലാഹു പ്രത്യേകമായൊരു മറ സൃഷ്ടിക്കും അവന്റെയും മറ്റുള്ളവന്റെയും ഇടയിൽ. ഒരു മുഅ്മിനെ അടുപ്പിച്ച് അവന്റെയും മറ്റുള്ളവരുടെയും ഇടയിലും ഒരു മറ സൃഷ്ടിക്കും. എന്നിട്ട് പറയും, തഅരിഫു ദംബകദാ, ഓ മുഅ്മിനേ, നീ ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, ഇന്ന ദിവസം ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, ഇന്ന ദിവസം ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കും. ഫയഖൂലു, അടിമ പറയുന്നു, നഅം ഐ റബ്ബി, അതേ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ എന്നവൻ പറയും. അതിങ്ങനെ ഓരോന്നോരോന്ന് കേട്ടിട്ട് ഇവന് തോന്നും നമ്മളെ കാര്യം പോയി, കട്ടപ്പുകയാണെന്ന് അവന് മനസ്സിലാവും. ഹത്താ ഇദാ അഖററഹു ബിദുനൂബിഹി, ഓരോ തെറ്റുകളെ കൊണ്ടും അവനെ സമ്മതിപ്പിച്ചു. എന്നിട്ട് വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക, അവന് തോന്നുക ഇനി ഞാൻ രക്ഷപ്പെടില്ല, ഈ തെറ്റുകളൊക്കെ അള്ളാഹു മറന്നിട്ടില്ല, അള്ളാഹ് മറക്കില്ലല്ലോ എന്ന നിലയ്ക്ക്, എന്ന അത്രത്തോളം വലിയ തെറ്റുകളൊക്കെ അവനോട് എണ്ണി അള്ളാഹു ചോദിച്ചു, ഇതൊക്കെ ഈ ചെയ്തില്ല എന്ന് സമ്മതിപ്പിക്കണം. എന്നിട്ട് ഇവൻ നശിച്ചു എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അവനോട് പറയുമത്രേ, സതർതുഹാ അലൈക ഫിദ്ദുനിയാ വഅന അഗ്ഫിറുഹാ ലകൽ യൗം, അതിനെ ഞാൻ ദുനിയാവിൽ നിന്റെ മേൽ മറച്ചു, അത് ജനങ്ങളുടെ മേൽ മറച്ചു. നിന്റെ ഈ ഐബുകളെ ജനങ്ങളെ അറിയിച്ചില്ല. നിന്റെ ഭാര്യ ഈ ഐബുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഭാര്യ നിന്നെ വിട്ട് പുറത്തു പോകുമായിരുന്നു. നിന്റെ മക്കളെ ഈ ഐബുകൾ കണ്ടിരുന്നുവെങ്കിൽ നിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുമായിരുന്നു. അത്ര വൃത്തികെട്ട ഐബുകൾ. ഈ ഐബുകളൊക്കെ ഞാൻ സിത്ർ ചെയ്തു, മറച്ചു, സിത്ർ ചെയ്തു, അതിനൊരു സിത്ർ ഉണ്ടാക്കി, ഞാൻ മറച്ചുവെച്ചു. എന്നാൽ വഅന അഗ്ഫിറുഹാ ലക, ഇന്ന് ഞാൻ അതൊക്കെ നിനക്ക് പുറത്തു തരികയാണ്, ഇന്ന് ഞാൻ അതൊക്കെ നിനക്ക് പുറത്തു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്മയുടെ ഏടുകൾ എഴുതപ്പെട്ട ഏട് കൊടുക്കുകയും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിലുണ്ടായ ഒരു സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ തവ്വാബിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ ഞാൻ ചുരുക്കി പറയാം. ബനൂ ഇസ്രായേലുകാർക്ക് മഴയില്ലാതെയായപ്പോ മഴയെ തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയ കഥയാണ്. അങ്ങനെ മഴയെ തേടി എല്ലാവരും കൂടി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. അപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ ബഹുമാനപ്പെട്ട മൂസ നബിയോട് അള്ളാഹു തആല പറഞ്ഞു, 40 കൊല്ലമായി പരസ്യമായി എന്നോട് തെറ്റ് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ട്, ധിക്കാരം കാണിക്കുന്ന. തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പരസ്യമായി ധിക്കാരം കാണിക്കാറാണ് അള്ളാഹുവിന്, അത് പുറത്തു കിട്ടാൻ പ്രയാസമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ എന്നാണ്. എല്ലാവർക്കും ഉള്ള പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ. പരസ്യമായി അതൊരു ധിക്കാരം കാണിക്കല. പരസ്യമായി 40 വർഷമായി എന്നോട് ധിക്കാരം കാണിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടിയാലും അവന്റെ ശുഉമ് കൊണ്ട്, ശാപം കൊണ്ടാണ് എല്ലാവർക്കും അതിന് ഉത്തരം ലഭിക്കാത്തത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങളിൽ വിളിച്ചു പറഞ്ഞോളൂ, ഈ 40 വർഷമായി അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആൾ ഇതിന്റെ ഈ കൂട്ടത്തിൽ. അതുകൊണ്ട് ഒരിക്കലും തൗബ ചെയ്യാതെ അങ്ങനെ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ട്. അവൻ പുറത്തു പോകണം എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് ദുആ ചെയ്താൽ മഴ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും അത് കേൾക്കുന്ന വിധത്തിൽ അള്ളാഹു അത് ആക്കി തീർത്തു. എന്നിട്ട് അപ്പോ ഈ സാധുവിന് മനസ്സിലായി ഇതിനെ സംബന്ധിച്ചാണ്. ഈ സാധു ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. അയാൾക്കപ്പോ ആകെ സങ്കടായി. ഇയാൾ എണീറ്റ് പോകുമ്പോൾ ഇക്കായി കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്കൊക്കെ മനസ്സിലാവുമല്ലോ ഞാനാണ് ആ വൃത്തികെട്ട മനുഷ്യനെന്ന്, അള്ളാഹു ശപിച്ച മനുഷ്യൻ ഞാനാണ് എന്ന്
അള്ളാഹുവിന്റെ ശാപത്തിന് അല്ലെങ്കിൽ കോപത്തിന് വിധേയനായ മനുഷ്യൻ, ഈ ദുആക്ക് ഉത്തരം ഇല്ലാതിരിക്കാൻ കാരണമായ മനുഷ്യൻ ഞാനാണെന്ന് ജനങ്ങൾ അറിയുമല്ലോ. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ താഴ്ത്തി തന്റെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ത്തി പിടിച്ചുകൊണ്ട് പടച്ചവനെ ഈ 40 വർഷം യാ റബ്ബി ഇന്നി അതൂബു ഇലൈക ഫസ്തുർനി, ഈ 40 വർഷം എന്നെ സിത്ർ ചെയ്ത റബ്ബേ, എനിക്ക് മറ നൽകിയ തമ്പുരാനെ, എന്റെ ഐബുകൾ പുറത്ത് കാണിച്ച് എന്നെ വഷളാക്കാതെ എന്നെ കൊണ്ടുവന്ന പടച്ചവനെ, നിന്റെ നിഅമത്ത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിന്നോട് തൗബ ചെയ്ത്, ആത്മാർത്ഥമായി തൗബ ചെയ്ത്, ഒരിക്കലും ഇനി അതിലേക്ക് മടങ്ങുകയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ സിത്ർ നിലനിർത്തി തരണമേ തമ്പുരാനെ. നിങ്ങൾ ആലോചിക്കണം, ഇതിങ്ങോട്ട് പറഞ്ഞ് ആത്മാർത്ഥമായി അയാൾ ദുആ ചെയ്യേണ്ട താമസം നാനാ ഭാഗത്തു നിന്ന് മേഘം ഉരുണ്ടുകൂടുകയും നല്ല മഴ അവിടെ വർഷിക്കുകയും ചെയ്തു. മൂസാ നബി ആകാന്തം വിട്ടു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അതല്ല, ആരും ഇവിടുന്ന് പോയിട്ടില്ലല്ലോ, ഇവിടുന്ന് ആരും പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ നീ മഴ തരാനുള്ള കാരണം എന്താണെന്ന് അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നു, ആരൊരാളുടെ കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് ഇതുവരെ മഴയെ തടയപ്പെട്ടത്, അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഴ കിട്ടിയത് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ആത്മാർത്ഥമായി തൗബ ചെയ്തു, അദ്ദേഹത്തിന്റെ സിത്ർ നിലനിർത്താൻ വേണ്ടി ദുആ ചെയ്തു. അപ്പൊ പിന്നെ മഴ കൊടുക്കലേ പറ്റുള്ളൂ, ദുആക്ക് ഉത്തരം കൊടുക്കലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ദുആ സ്വീകരിച്ചു, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും നിങ്ങൾക്ക് മഴ തരുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി പറഞ്ഞു, പടച്ചവനെ, ഈ മനുഷ്യന് 40 വർഷം നിന്നോട് മാറുകാണിച്ച് തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യൻ, ഇപ്പോൾ അയാൾ തൗബ ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യനെ നീ എനിക്കൊന്ന് കാണിച്ചുകൊണ്ടാ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അദ്ദേഹത്തിന്റെ കാരണത്താലാണല്ലോ ഇപ്പൊ മഴ കിട്ടിയത്, അദ്ദേഹത്തിന് ഇനി തൗബ ചെയ്യുകയും ചെയ്തല്ലോ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു പറഞ്ഞ ഒരു മറുപടിയുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു അപ്പൊ മൂസാ നബിക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്, വല്ലാത്തൊരു മറുപടിയാണ് ആ മറുപടി. യാ മൂസാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാ, യാ മൂസാ, ഓ മൂസാ നബി, നിങ്ങളെന്താണ് ഈ പറയുന്നത്? 40 വർഷം എന്നെ ധിക്കരിച്ച് നടന്നപ്പോ ഞാൻ അയാൾക്ക് സിത്ർ നൽകിയിരുന്നു, ഇപ്പൊ അയാൾ തൗബ ചെയ്ത് ഇനിയിപ്പോ അയാളെ സിത്ർ ഞാൻ പൊളിക്കുകയോ? സുബ്ഹാനല്ലാഹ്. സതർതുഹു 40 ആമൻ വഹുവ യഅസ്രീനി, എന്നോട് മാറു കാണിച്ച് ധിക്കാരം കാണിച്ച് നടക്കുമ്പോൾ 40 വർഷം ഞാൻ അയാളെ വഷളാക്കിയിട്ടില്ല. ഇനിയിപ്പോ അയാൾ തൗബ ചെയ്ത് മടങ്ങിയ സന്ദർഭത്തിൽ ഞാൻ അയാളെ വഷളാക്കുകയോ? അത് ഞാൻ ചെയ്യുകയില്ല. അതെന്റെ സ്വഭാവമല്ല, എന്റെ വിശേഷണമല്ല. ഞാൻ സത്താറാണ്. ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കും. ഈ നിലക്കുള്ള റബ്ബിനെ സ്നേഹിക്കാതിരിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ കഴിയും? ആ റബ്ബിനെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. ആ സ്നേഹത്തിന് കോട്ടം തട്ടുമോ എന്ന ഭയപ്പാടാണ് ഉണ്ടാവേണ്ടത്. ആ സ്നേഹത്തിന് എന്തെങ്കിലും വിഘ്നം സംഭവിക്കുമോ എന്നതാണ്, ആ ഭയപ്പാടാണ് ഉണ്ടാവേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെയും അവന്റെ വിശേഷണങ്ങളെയും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അവസ്ഥയും നാം മനസ്സിലാക്കിയാൽ സത്യമായും റബ്ബിനെ തന്നെ സത്യം ലജ്ജ കൊണ്ട് തല ഉയർത്താൻ നമുക്ക് കഴിയില്ല. അത്രയും നിസ്സാരമായി നമുക്ക് നമ്മെ തന്നെ, അത്രയും പുച്ഛമായി പുച്ഛം നമുക്ക് നമ്മോട് തന്നെ തോന്നിപ്പോകും. രാജാതിരാജനായ റബ്ബിന്റെ കാരുണ്യം എത്ര വിശാലമാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്, ഔലിയാക്കൾ പലരും പറഞ്ഞിട്ട്, നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ എന്റെ കാര്യം തീരുമാനിക്കാനുള്ള അധികാരം എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഒരു മാനുഷികമായ കാരുണ്യത്തിൽ ഉമ്മയാണല്ലോ ഏറ്റവും വലുത്. ഒരു ഉമ്മക്ക് തന്റെ മക്കളോടുണ്ടാകുന്ന കാരുണ്യമാണല്ലോ ഇവിടെ ഏറ്റവും വലിയ കാരുണ്യം.
ആ കാരുണ്യത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാന്മാര് പറയാണ്, അവിടെ എന്റെ കാര്യം എന്റെ ഉമ്മയിലേക്ക് ഏൽപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ കാര്യം എന്റെ റബ്ബ് തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് എന്ന്. ആ നിലക്ക് റബ്ബിനെ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു ഉമ്മ കുറെ ജയിൽ തടവുകാരെ കൊണ്ടുവന്നു അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക്. തടവിൽ പിടിക്കപ്പെട്ട പലരെയും കൊണ്ടുവന്നു. കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മുലപ്പാൽ ഇങ്ങനെ സ്തനത്തിൽ വന്ന് വീർത്തു നിൽക്കുകയാണ്. തന്റെ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മുല കുടിക്കുന്ന കുട്ടിയെ. ബേജാറായി വെപ്രാളത്തിൽ കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം കുട്ടിയെ കണ്ടപ്പോൾ ഓടിപ്പോയി വാരിപ്പുണർന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഉമ്മ വെച്ച് ആ കുട്ടിക്ക് മുല കൊടുക്കാൻ ഇരിക്കുന്ന ആ രംഗം സഹാബത്ത് ഇങ്ങനെ വീക്ഷിച്ചു. വല്ലാത്തൊരു കാഴ്ചയാണത്. ഒരു ഉമ്മാക്ക് തന്റെ കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ആ വേവലാതി, ആ കുട്ടിയെ കിട്ടിയപ്പോൾ ഉണ്ടായ ആ സന്തോഷം കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കണ്ട സഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നോ ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലിടുമെന്ന് നിങ്ങൾ കരുതുന്നുവോ എന്ന് ചോദിച്ചു. ഈ ഉമ്മ ഈ കുഞ്ഞിനെ ഇടുമെന്ന് നിങ്ങൾ കരുതുന്നോ എന്ന് ചോദിച്ചു. അള്ളാന്റെ ചോദ്യത്തിന് മുന്നിൽ ഒറ്റയടിക്ക് എല്ലാവരും മറുപടി പറഞ്ഞു, ഒരിക്കലും ചെയ്യില്ല. ഒരു ഉമ്മ ഈ കുഞ്ഞിനെ എങ്ങനെ തീയിലിടും? ഒരിക്കലും തീയിലിടില്ല, കഴിയുന്നതിന്റെ പരമാവധി അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഉടനെ അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മക്ക് ഈ കുഞ്ഞിനോടുള്ള കാരുണ്യം എത്രയാണോ അതിനേക്കാൾ വലിയ കാരുണ്യമാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന്. ഈ ഉമ്മക്ക് ഈ കുഞ്ഞിനോടുള്ള കാരുണ്യം എത്രയാണോ അതിനേക്കാൾ വലിയ കാരുണ്യമാണ് അള്ളാഹുവിന് തന്റെ അടിമകളോട് എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ സത്യവുമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പല സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട മൂസ നബിയുടെ സംഭവം മാത്രം നിങ്ങളൊന്ന് ഓർത്താൽ മതി. ബനൂ ഇസ്രായേലുകാരിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട ആ സന്ദർഭം, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ ഹയാത്താക്കാൻ വേണ്ടി, ആ ബനൂ ഇസ്രായേലുകാരെ രക്ഷിക്കാൻ വേണ്ടി ബനൂ ഇസ്രായേലുകാരിൽ ഒരു പ്രവാചകൻ ഉണ്ടാവേണ്ടതുണ്ട്, ഒരു കുട്ടി ഇവിടെ ജനിക്കേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതിന് അള്ളാഹു തന്ത്രം മെനഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെട്ടിയിലാക്കി നദിയിലൂടെ ഒഴുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഒരു ഉമ്മ, നിങ്ങൾ ആലോചിക്കണം, ഒരു ഉമ്മ തന്റെ പിഞ്ചു പൈതലിനെ, ചോര പൈതലിനെ പെട്ടിയിലാക്കി നദിയിലൂടെ ഒഴുക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നു. പക്ഷെ ആ ഉമ്മയുടെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടായിരിക്കും, എത്ര പ്രയാസപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ അള്ളാഹു അതിന് അവർക്ക് ക്ഷമ കൊടുത്തു. ഇവിടെ സംഭവം സുദീർഘമായി പറയലല്ല എന്റെ ഉദ്ദേശം. ആ സംഭവത്തിൽ നമ്മൾ വലിയ രസം കാണാൻ, നമുക്ക് വലിയൊരു അത്ഭുതം കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രപരമായി എന്ത് ചെയ്യുന്നു? ഈ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വീണ്ടും ഈ ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. അതിനുള്ള പണി ആദ്യമേ അള്ളാഹു എടുക്കുക. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെട്ടി അത് ഫിർഔന്റെ കൊട്ടാരത്തിലേക്കാണ് എത്തുന്നത്. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ആൺകുട്ടികളെ കണ്ടാൽ കൊല ചെയ്യുന്ന ഇസ്രായേലി കുട്ടികളെ കാണുമ്പോൾ കൊല ചെയ്യുന്ന കിങ്കരന്റെ കൊട്ടാരത്തിലാണ് തന്റെ മകൻ വളരുന്നത് എന്ന ഒരു അവസ്ഥയിൽ ഈ ഉമ്മക്ക് എത്ര കാലം ക്ഷമിക്കാൻ കഴിയും? ആ ഉമ്മയുടെ വാത്സല്യവും കാരുണ്യവും അള്ളാഹുവിനറിയാമല്ലോ. ആ ഉമ്മയുടെ വാത്സല്യവും കാരുണ്യവും അറിയുന്ന റബ്ബ് അതിനേക്കാൾ വലിയ വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉടമയാണ്. അതുകൊണ്ട് അള്ളാഹു അതിനുള്ള പണി ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. ഒരൊറ്റ ഉമ്മ മുല കൊടുത്താലും ഈ കുട്ടി കുടിക്കില്ല. വഹറംനാ അലൈഹിൽ മറാളിഅ മിൻ ഖബ്ൽ. കണ്ടോ, നമ്മൾ അങ്ങനെ ചില പണികൾ അവിടെ ചെയ്തു വെച്ചു. വഹറംനാ അലൈഹിൽ മറാളിഅ മിൻ ഖബ്ൽ. ആര് മുല കൊടുത്താലും ഈ കുട്ടി കുടിക്കില്ല. അവസാനം കുടുങ്ങിയവര്. കുട്ടിയോടാണെങ്കിൽ സ്നേഹം വന്നു, കണ്ടു, സ്നേഹിച്ചു. വൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി. ആര് മുല കൊടുത്താലും കുടിക്കാത്ത അവസ്ഥ വന്നു. അവസാനം ഫഖാലത്ത് ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂന. മൂസ നബിയുടെ സഹോദരി അങ്ങനെ അന്വേഷിച്ചു പോയി. ഇതിങ്ങനെ കുട്ടി കരയുന്നത് കണ്ടപ്പോ ഈ കുട്ടിക്ക് മുല കൊടുത്താൽ കൊടുക്കാൻ പറ്റുന്ന ഒരാളെ എനിക്കറിയാം, ആ ആളെ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
തിരിച്ചു കൊണ്ടുവരിക. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ വാക്കിൽ അടങ്ങിയിട്ടുള്ള കാരുണ്യത്തിന്റെ വിശാലത, കാരുണ്യത്തിന്റെ ആഴം, പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ ആഴം നിങ്ങൾ കണ്ടോ? അങ്ങനെ ആ കുട്ടിനെ മടക്കി കൊണ്ടുവന്ന് കൊടുത്തു ആ ഉമ്മാക്ക് സമാധാനം കിട്ടാനാണ്. ഇതാണോ നമ്മുടെ റബ്ബ്, നമ്മുടെ ഖാലിഖായ റാസിഖായ നമ്മുടെ റബ്ബ്, റഹ്മാനായ നമ്മുടെ റബ്ബ്, ഗഫൂറും അഫൂവുമായ റബ്ബ്, പുറത്തു തരുന്നത് ഇഷ്ടപ്പെടുന്ന റബ്ബ്. ആ റബ്ബ് നമുക്കിതാ കവാടം തുറന്നു തന്നിരിക്കുന്നു. വിശുദ്ധ റമളാനിന്റെ കവാടം ഇതാ തുറന്നു തന്നിരിക്കുന്നു. ആ വിശുദ്ധ റമളാനിലേക്ക് നമ്മെ എത്തിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ റബ്ബിനെ സ്നേഹിക്കൂ, ആ റബ്ബിനെ സ്നേഹിച്ച് ആരാധിക്കൂ, ആ റബ്ബിന്റെ സിഫാത്തുകളെ, അതിന്റെ പൊരുളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അത് ശ്രമിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്നേഹിക്കാൻ തയ്യാറാകൂ. സ്നേഹത്തോടുകൂടെ, ആത്മാർത്ഥമായ മഹബ്ബത്തോടുകൂടെ ആ പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി ആരാധിച്ച്, സ്നേഹത്തോടുകൂടെ ആരാധിച്ച്, ആ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ദിക്റിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും എല്ലാ അമലുകളുടെയും അതിന്റെ മധുരം നുകരാൻ തയ്യാറാവൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നോമ്പിനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ വിശദമായി പറയും. നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിന്റെ ഉദ്ഘാടനത്തിൽ പ്രധാനമായി എന്താ നോമ്പിനെ സംബന്ധിച്ച് പറയാതിരുന്നെന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. അത് വിശാലമായി ഓരോ കാര്യങ്ങളുടെ പറയപ്പെടേണ്ടതുണ്ട്. പക്ഷേ ആ അമലുകളും ആ ഇബാദത്തുകളും അതിന്റേതായ അർത്ഥത്തിൽ, അതിന്റേതായ അർഹമായ രൂപത്തിൽ സംഭവിക്കണം. അതിനാവശ്യമായതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഫലപ്പെടുത്തി തരുമാറാവട്ടെ. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. പടച്ച റബ്ബിനെ അറിഞ്ഞ് ആരാധിക്കണം, സ്നേഹിച്ച് ആരാധിക്കണം, കൂലിപ്പണിക്കാരാവരുത്. അള്ളാഹിനെ കാണാൻ നാം കൊതിക്കണം, അള്ളാഹുവിന്റെ ലിഖാഇനെ നാം കാക്ഷിക്കണം. അള്ളാഹുവിന്റെ ലിഖാഇനെ കാക്ഷിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇഷ്താഖത്തിൽ ജന്നത്തു ഇലാ സലാസ, 3 ആളുകളിലേക്ക് സ്വർഗം കൊതിച്ചു എന്ന്. നമ്മളൊക്കെ സ്വർഗത്തെ കൊതിക്കുന്നുവെങ്കിൽ സ്വർഗം 3 ആളുകളിലേക്ക് ഇങ്ങോട്ട് കൊതിച്ചു എന്ന് ഹദീസിൽ കാണാം. ഇലാ ബിലാലിൻ വ അമ്മാരിൻ വ അലി. അലി റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, ഇവരിങ്ങോട്ട് വേണ്ട കടന്നു കിട്ടിയെങ്കിൽ എന്ന് സ്വർഗം കൊതിച്ചു എന്നാ പറഞ്ഞത്. മനസ്സിലായോ? നാം അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചാൽ സ്വർഗം നമ്മെ സ്നേഹിക്കും, സ്വർഗം നമ്മെ കാക്ഷിക്കും, നമ്മളെ കിട്ടാൻ സ്വർഗം കൊതിക്കും. സ്വർഗത്തിലെ ഓരോ കവാടങ്ങളും അവൻ ഇതിലെ വരട്ടെ എന്ന് ആഗ്രഹിക്കും. അതിന് നമുക്ക് കഴിയണം എന്റെ മാന്യ സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മൾ ധാരാളമായി ശ്രമിക്കണം. അതിനുതകുന്ന ഇൽമുകൾ കരസ്ഥമാക്കണം. അതിനാവശ്യമായ അള്ളാഹുവിന്റെ അസ്മാകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെ സംബന്ധിച്ച് നാം എപ്പോഴും ചിന്തിക്കണം. നമ്മൾക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ബലാലുകളെ സംബന്ധിച്ച്, നമുക്കുള്ള കുറവുകളെ സംബന്ധിച്ച്, നമുക്കുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതൽ പറയാറ്, അല്ലേ? എന്നാൽ അതല്ല പറയേണ്ടത്. എന്റെ മാന്യ സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് അനുഗ്രഹത്തിന്റെ ഇടയിൽ ഒരു ബലാ ഉണ്ടാവുമ്പോൾ ഈ ബലാഇനാണ് നാം ഹൈലൈറ്റ് ചെയ്യാറ്. അത് ചെയ്യരുത്. നമുക്ക് ബലാഹ് വേണം. അള്ളാഹു ബലാഹ് വേണം എന്ന് പറഞ്ഞാൽ ബലാഹ് കൊണ്ടൊക്കെ നമ്മൾ നന്നായി തീരുള്ളൂ, അത് വേറെ വിഷയം. അള്ളാഹു നമുക്ക് എല്ലാ ബലാഹുകളും തുറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ല ബലാഹുകളും ഉണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരിക്കലും ബലാഇനെ നാം ശപിക്കരുത്, ബലാഇനെ നാം വെറുക്കരുത്. അതൊക്കെ നമ്മെ നന്നാക്കിയെടുക്കാനുള്ള, നമ്മെ വളർത്തിക്കൊണ്ടുവരാനുള്ള, നമുക്ക് ബോധം നൽകാനുള്ള വിഷയങ്ങളായി നാം അതിനെ കാണണം. അതിന്റെ നല്ല വശം കാണണം. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കണ്ടതുപോലെ. ഇമ്രാൻ ഹുസൈന്റെ ചരിത്രം നിങ്ങൾ ഇപ്പൊ പലവട്ടം കേട്ടതാണല്ലോ. ബഹുമാനപ്പെട്ട മഹാനായ സഹാബി റസൂലുള്ളാഹിയോട് ബൈഅത്ത് ചെയ്തതിന് ശേഷം ഈ കൈകൊണ്ട് എന്റെ ഗുഹ്യസ്ഥാനം ഞാൻ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞ അത്രമേൽ മഹത്വം കൽപ്പിക്കുന്ന മഹാന്മാര്. പക്ഷെ അവരല്ലാഹു പരീക്ഷിച്ചു, അവർക്കൊക്കെ പരീക്ഷണം ഉണ്ടായി. പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ ഹൈറിനായിരുന്നു. മൂപ്പര് പറഞ്ഞതെന്താ, എന്തുകൊണ്ടാ ദുആ ചെയ്യാത്തത്? ഈ ബലായിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുകൊണ്ട് ദുആ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹു എനിക്ക് ഇഷ്ടപ്പെട്ടു തന്നതല്ലേ, അതുകൊണ്ട് ഞാനും അത് ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പോലും ബലാകളെ അതിനെ വലുതായി കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തിനെയും റഹ്മത്തിനെയും മറക്കുന്ന ഒരവസ്ഥ നാം ആലോചിക്കരുത്. പല ആളുകൾക്കും പല ബലാകളുമുണ്ട്.
നമ്മുടെ മക്കള്, നമുക്കെന്തെല്ലാം സൗഭാഗ്യം അല്ലാഹു തന്നു. മക്കളെ, പരിപൂർണരായ മക്കളെ നമുക്ക് തന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിന് ചെറിയൊരു കുറവുണ്ടെങ്കിൽ ബാക്കി 3 പരിപൂർണമായി, അല്ലെങ്കിൽ 4 പരിപൂർണമാണ്, ഒന്നിന് ചെറിയ കുറവുണ്ടെങ്കിൽ അതാ നമ്മൾ കാണുള്ളൂ. ബാക്കിയുള്ളതിനെ നമുക്ക് തന്നില്ലേ? ഇതിലും വേറെ ചില കാര്യങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നതാണ് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബുൽ ആലമീൻ അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി തന്നത്. ആ റഹ്മത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുക. എന്നിട്ട് ഈ റഹ്മത്തൊക്കെ അനുഭവിച്ച് ഞാൻ ഇവിടെ ജീവിച്ചിട്ട് ആ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവനാണ് എന്ന ആ ഒരു ബോധം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഹയാവും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയപ്പാടുമാണ് വേണ്ടത്. അതാണ് മാലിക് യൗമിദ്ദീനും പറഞ്ഞത്. ഈ ഒരു ബോധത്തോടുകൂടെ മുന്നോട്ട് നീങ്ങണം. നാം എന്തൊരു കാര്യം ചെയ്താലും അതിനൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ സന്ദർഭങ്ങളും നാം ഉപയോഗപ്പെടുത്തി പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരുപാട് അമലുകൾ, വലിയ വലിയ അമലുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ തവാബ് നൽകുന്ന അമലുകൾ, ചെറിയ ചെറിയ അമലുകൾക്ക് വലിയ വലിയ തവാബ് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി അവർ പ്രസംഗിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത്തരം അമലുകളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് തന്നെ. നോമ്പ് അതിന്റേതായ അർഹമായ രൂപത്തിൽ അതിന്റെ ആദാബുകളും അതിന്റെ മഹത്വങ്ങളും അതിന്റെ ശുറൂത്തുകളും അതിന്റെ ഫറായിലുകളും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പിന്നെ അത് ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില അമലുകൾ ബഹുമാനപ്പെട്ട ഇർഫാനിക്ക് തടസ്സമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് പറയാം. 1-2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില അമലുകൾ ഞാൻ ഓർമ്മയിൽപ്പെടുത്താം. ഒന്ന്, പ്രധാനമായി നല്ല ഒരു അമലാണ്, ചെറിയ മെനക്കെടുള്ള വലിയ സവാബ് കിട്ടുന്ന അമല്. അതിൽപ്പെട്ട ഒന്ന്, ആദ്യമായി നിർബന്ധ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിസ്കാരത്തിന്റെ കാര്യം, ഫർള് നിസ്കാരത്തിന്റെ കാര്യം, അതിന്റെ ജമാഅത്ത്, അതിലൊക്കെ ശുഷ്കാന്തി വേണം. അതിന്റെ പുറമെ ഫജ്ർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റോളം ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക, അവിടെ തന്നെ ഇരിക്കുക. ഇരുന്നു കൊണ്ട് ദിക്ർ, സലാത്ത്, ഖുർആൻ പാരായണത്തിലായിട്ട് മുഴുകുക. അങ്ങനെ മുഴുകി പിന്നീട് 2 റക്അത്ത് നിസ്കരിച്ച് പുറത്തു വരികയാണെങ്കിൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അവനുണ്ട്. ഒരു ഉംറയുടെയും കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമ്മ താമ്മ താമ്മ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞതാ, ഒരു സംശയം അതിലില്ല. അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണത്. പൂർണ്ണമായ ഒരു ഹജ്ജ് ഉംറ. എത്ര മെനക്കെട്ട് നമ്മൾ പോകുന്നത്, എത്ര പ്രയാസം അതിന് സഹിക്കണം. എന്നിട്ട് അവിടെ പോയാൽ തന്നെ ഈ തിരക്കിന്റെ ഇടയിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് തയ്യാറാകുന്നു. ഇതിന് നമുക്ക് മടി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മുടെ ഇഖ്ലാസിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇത് ഉംറക്ക് പോയി, ഹജ്ജിന് പോയി ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ ഒരു ഞെളിയലാണോ അതിന്റെ പിന്നിൽ വരുന്നത് എന്ന് സംശയിക്കണം. അങ്ങനെ അതേ പ്രതിഫലം ഇവിടെ ലഭിക്കുകയാണ്. നിർബന്ധമായ ഹജ്ജിനും ഉംറക്കും പകരം ഇത് ചെയ്താൽ മതി എന്നല്ല ഈ പറയുന്നത്. കഠിനാധ്വാനം ചെയ്ത് പ്രയാസങ്ങൾ ചെയ്ത് മറ്റു പല ബാധ്യതകൾ ഉണ്ടായിട്ടും അതിനുവേണ്ടി മെനക്കെടുന്നു. പക്ഷെ ഇതിനെന്തുകൊണ്ട് നമുക്ക് തൗഫീഖ് ഉണ്ടാവുന്നില്ല? റസൂലുള്ളാഹി പറയുകയാണല്ലോ, ഇങ്ങനെ ചെയ്താൽ ഒരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും പ്രതിഫലം അവനുണ്ട്. ദിവസം ഒരു ഹജ്ജും ഉംറയും നേടാൻ കഴിയാൻ. അപ്പോ വിശുദ്ധ റമളാനിൽ നമ്മളെല്ലാവരും, ഡ്യൂട്ടിയുള്ളവര് ചിലപ്പോ രാത്രി ഉറക്കൊഴിച്ച് പിന്നെ രാവിലെ കുറച്ചൊന്നും ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഡ്യൂട്ടിക്ക് പോകേണ്ടി വരിക. അപ്പൊ എന്നും കഴിയില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആയിക്കോട്ടെ, ഒരു വെള്ളിയാഴ്ച ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ അമല് ചെയ്യണം. അതിന് നമ്മളെല്ലാവരും സന്നദ്ധരാവണം. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. നല്ലൊരു അമലല്ലേ, കൂടുതൽ മെനക്കെടില്ലാതെ നമുക്ക് കിട്ടുന്ന വലിയൊരു അമലല്ലേ, സംഗതി നിസ്സാര കാര്യല്ലേ. അതുകൊണ്ട് എല്ലാവരും, ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും ഈ റമളാൻ മാസത്തിൽ അത് ചെയ്തിട്ടുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ ആ നിസ്കരിക്കുന്നത് സലാത്തുൽ ളുഹ,
ഇഷ്റാഖ് നിസ്കാരം ആവാം, അല്ലെങ്കിൽ ളുഹ ആവാം, രണ്ടും ഒന്നാണെന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം മറ്റൊക്കെ പറഞ്ഞിട്ടുള്ളത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കാം. ആദ്യം ഇഷ്റാഖ്, പിന്നെ ഏതായാലും 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങിയാൽ ഈ കൂലി കിട്ടും. അത് ഇഷ്റാഖ് എന്ന് കരുതിയാലും വേണ്ടില്ല, ളുഹ എന്ന് കരുതിയാലും വേണ്ടില്ല, എന്തായാലും കുഴപ്പമില്ല. പിന്നെ മറ്റൊന്ന് ഇതിനോട് അനുബന്ധമായി പറയാനുള്ളത്, ഇതിപ്പോ ഇങ്ങനെ ചെയ്താലുള്ള പ്രതിഫല. അതേ സമയത്ത് ഒരാൾ 4 റക്അത്ത് ളുഹ ഒരാള് നിസ്കരിച്ചാൽ, മൻ സല്ലല്ലാഹു അർബഅൻ, 4 റക്അത്ത് ളുഹ ഒരാൾ നിസ്കരിച്ചാൽ, ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് അവന് വേണ്ടി പണിയപ്പെടുന്നതാണ് 4 റക്അത്ത് ളുഹ. അത് എപ്പോഴായാലും കിട്ടും, ഏത് സമയത്ത്, അതിന്റെ സമയമുണ്ടല്ലോ ളുഹറിന് മുമ്പ്. അതുപോലെ 4 റക്അത്ത് ഒരാൾ ളുഹ നിസ്കരിച്ചാൽ, രാവിലെ നിസ്കരിച്ചാൽ അന്നത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും എന്നാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ റമളാൻ മാസത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത്. എല്ലാവരും KICRന്റെ പ്രവർത്തകരും അതിന്റെ അനുഭാവികളും അതിന്റെ ക്ലാസുകൾ കേൾക്കുന്നവരും നാളെ മുതൽ നിർബന്ധമായും ളുഹ നിസ്കരിച്ചോളണം. നിർബന്ധമായും ളുഹ നിസ്കരിക്കുക. അത് പരമാവധി 4 റക്അത്ത് നിസ്കരിക്കുക. അത് സൂര്യൻ ഉദിച്ച് പൊന്തി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ളുഹറിന്റെ മുമ്പ് എപ്പോ വേണേലും ചെയ്യാം. പിന്നെ ഒരു അമല്, ജുമഅക്ക് പരമാവധി നേരത്തെ പോവുക. ജുമഅക്ക് സാധാരണ ഇമാമ് കേറിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറെ നേരം റമളാനായാലും കുറെ നേരം കിടന്നുറങ്ങിയിട്ട് ആ സമയത്ത് ഒരു മുസല്ലിൻ തോളിലിട്ട് ഇങ്ങനെ വരും. കാരണം ഏറ്റവും പിന്നിലാ കിട്ടുകയെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരിക്കാൻ അവിടെ മുസല്ല ഉണ്ടാവില്ല, കാർപ്പറ്റ് ഉണ്ടാവില്ല. അവർ മുസല്ലിൻ തോളിലിട്ട് വരുന്ന ആ പരിപാടി മാറ്റുക. നമുക്ക് നമ്മൾ ജുമഅക്ക് പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ നമ്മുടെ പേര്, അതിന് കുറെ ഫളായിലുകളുണ്ട്. മുമ്പ് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഫളായില്, ആ പോരിശ കിട്ടണമെങ്കിൽ ഇമാമ് പള്ളിയിൽ വരുന്നതിന്റെ മുമ്പ് എത്തിയിട്ടുണ്ടാവണം. അപ്പോ ഈ റമളാൻ മാസത്തില് നിർബന്ധമായും കുറച്ചെങ്കിലും നേരത്തെ ഒരാൾ കുളിച്ചു, എന്നിട്ട് നേരത്തെ ജുമഅക്ക് പോയി, ശുദ്ധീകരിച്ചു, ഒളുവെടുത്തു, നേരത്തെ വലം യർക്കബ്, സാധിക്കുമെങ്കിൽ നടന്നു പോവുക ജുമഅക്ക്. അത് പ്രത്യേക ഒരു ശ്രേഷ്ഠതയാണ്. വലം യർക്കബ്, വാഹനത്തിലല്ലാതെ നടന്നുപോയി. എന്നിട്ട് ദനാമിനൽ ഇമാമി, ഇമാമിനോട് അടുത്ത് നിസ്കരിച്ചു, മുന്നിൽ പോയി നിന്നു. വസ്തമഅ, ഖുത്ബ നന്നായി കേട്ടു. എന്നിട്ട് ആവശ്യമില്ലാത്തതൊന്നും ചെയ്തില്ല. എന്നാൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ മിൻ ബൈതിഹി ഇലൽ മസ്ജിദി അമലു സനത്തിൻ അജ്റു സിയാമിഹാ വഖിയാമിഹാ. അഖ്റജഹുൽ ഇമാം അഹ്മദ് വഅസ്ഹാബു സുനനി വഇബ്നു ഹിബ്ബാൻ വൽ ഹാകിം. അസ്ഹാബു സുനനും ഇമാം അഹ്മദും ഇമാം ഇബ്നു ഹിബ്ബാനും ഹാക്കിമും റളിയല്ലാഹു അൻഹും അവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാ. ഈ പറഞ്ഞ നിബന്ധന കുളിപ്പിച്ചു, പിന്നെ നേരത്തെ ജുമഅക്ക് പുറപ്പെട്ടു, അത് നടന്നുപോയി, അതോടുകൂടെ പുറപ്പെട്ടു, എന്നിട്ട് നടന്നുപോയി, എന്നിട്ട് അടുത്ത് ഇമാമിന്റെ അരികിൽ ചെന്നിരുന്നു, എന്നിട്ട് ഖുത്ബ നന്നായി ശ്രദ്ധിച്ചു കേട്ടു, എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ ഓരോ കാൽപ്പാടിനനുസരിച്ചും ഹദീസിന്റെ ആ വലുപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്ക്. ഓരോ കാൽപ്പാടിനനുസരിച്ചും പള്ളിയിലേക്കുള്ള ഓരോ ഖത്വത്തിനനുസരിച്ചും അമലു സന, ഒരു കൊല്ലം അമൽ ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ടെന്നാ. അഥവാ അജ്റു സിയാമിഹാ വഖിയാമിഹാ, ഒരു വർഷം നോമ്പ് നോറ്റതിന്റെയും ഒരു വർഷം നിന്ന് നിസ്കരിച്ചതിന്റെയും പ്രതിഫലം അവന് കിട്ടും, ഓരോ ഖത്വത്തിന് പകരത്തിലും. ഇത് നഷ്ടപ്പെടുത്തുമോ? അല്ല, ഈമാനുള്ള മനുഷ്യന് ഇത് നഷ്ടപ്പെടുത്തും. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ ഹദീസിന്റെ മയന മനസ്സിലായില്ലേ? വളരെ വിശാലമാണ്. ഈ ജാതി കുറെ ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഈ ഒറ്റമൂലി പോലെയാണ്. ചെറിയ ചില നിസ്സാര മരുന്നുകളെ കൊണ്ട് വലിയ രോഗം മാറുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുപോലെയാണിത്. ഇത് അല്ലാഹു തആല കരിഞ്ഞു നൽകിയിട്ടുള്ളതാ. അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. മനസ്സിലായോ? അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി നേരത്തെ പോവുക. മനസ്സിലായില്ലേ? എന്നിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണതാണ്. ഞാൻ ഇതിലെ ചില പ്രധാന വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു മാത്രം. പിന്നെ റമളാൻ മാസത്തില്
എപ്പോഴും ചെയ്യാവുന്ന, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം, ചില കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അങ്ങനെ ദുആർക്കുക. നമുക്കൊക്കെ വേണ്ടി ദുആർക്കുന്ന കൂട്ടത്തില്, നമ്മൾ സ്വയം ദുആർക്കുന്ന കൂട്ടത്തില് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇത് വലിയ ശ്രേഷ്ഠതയാണ്. മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസനാന. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ലോകത്തുള്ള എല്ലാവരും പെട്ടല്ലോ, എല്ലാ മുഅ്മിനാത്തിന്റെ എണ്ണമനുസരിച്ചും ഹസനത്തിനെ ഒന്ന് രേഖപ്പെടുത്തുന്നു. അങ്ങനെ അവരൊക്കെ പൊറുക്കലിനെ തേടി പോലായി. എന്തിനാ അത് നഷ്ടപ്പെടുത്തുന്നത്? ഓരോ മുഅ്മിനിനും അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കലൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മൾ ദുആ ചെയ്താൽ ഓരോ മുഅ്മിനത്തിന്റെ എണ്ണം കണക്കെ, ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ, ഓരോ മുഅ്മിനത്തിന്റെ എണ്ണം കണക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹസനത്തിനെ എഴുതും. പിന്നെ അതുപോലെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് ദിവസവും 100 വട്ടം പറയാം. ദിവസവും 100 വട്ടം പറയാം. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. പല ദിക്റുകളും ഇങ്ങനെയുണ്ട്. ഇതിൽ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ഇത് 100 വട്ടം ഒരു ദിവസം ഒരാൾ പറഞ്ഞാൽ അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. വഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹ്രി, സമുദ്രത്തിലെ തിരമാലകൾ അടിച്ചുണ്ടാകുന്ന അറിയപ്പതിയുണ്ടല്ലോ, അതുപോലെ ഉണ്ടെങ്കിലും ശരി, അതിന് വല്ല എണ്ണം കണക്കുണ്ടോ? ഇതുപോലെയുള്ള പാപങ്ങൾ ചെയ്ത പാപിയാണെങ്കിലും അള്ളാഹ് പുറത്തു തരുന്ന ആ പദകണക്കിനുണ്ടെങ്കിലും ശരി എന്ന്. അപ്പൊ അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്, വലിയ ഫലമുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന്. സുബ്ഹാനല്ലാഹി വബിഹംദി അത്ര പറഞ്ഞാൽ മതി. അതിന് കൂടെ സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അസീം ഒക്കെ പറഞ്ഞാൽ അത് വേറെ, ഇത് പറഞ്ഞാൽ തന്നെ കിട്ടും എന്ന്. അതുപോലെ പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത് ഖുർആനിന്റെ 4-1 പകരമാണ്. ഖുൽ ഹുവല്ലാഹു അതിന്റെ സ്ഥാനത്ത് നിൽക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് ആണെങ്കിലോ ഖുർആനിന്റെ 3-1 സ്ഥാനത്താണ്. അതുകൊണ്ട് ഇത്തരം സൂറത്തുകളെ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആനിന്റെ 3-1. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൈന്യത്തെ അയച്ചു. ആ സൈന്യത്തിന്റെ അമീറായി ഒരാളെ നിശ്ചയിച്ചു. അദ്ദേഹം എപ്പോഴും നിസ്കരിക്കുമ്പോ അതില് എപ്പോഴും എന്ത് ചെയ്യും? ഖുൽ ഹുവല്ലാഹു ഓതും നമസ്കാരത്തിൽ. അപ്പോ സഹാബത്തിന് വേറെ സൂറത്തോടും അതിന്റെ കൂടെ ഖുൽ ഹുവല്ലാഹു ഓതും. അപ്പോ സഹാബത്തിന് അതൊരു പതിവില്ലാത്തതാണ്. അപ്പൊ അദ്ദേഹത്തോട് അത് എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് സംശയമായി. അങ്ങനെ റസൂലുള്ളാഹി വന്നിട്ട് വീറും. പിന്നെ തിരിച്ചു വന്നപ്പോ ഇങ്ങനെ അദ്ദേഹം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, റസൂലുള്ളാഹി പറഞ്ഞു സലൂഹു അയ്യി ഷൈഇൻ യസ്നഉ ദാലിക, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ എന്തിനാ അദ്ദേഹം അങ്ങനെ ചെയ്തത്. അപ്പൊ മൂപ്പര് പറഞ്ഞു അന്നഹാ സിഫത്തുർ റഹ്മാൻ അന ഉഹിബ്ബു അൻ അഖ്റഅഹാ, അത് അള്ളാന്റെ വിശേഷണമാണല്ലോ അതിൽ പറയുന്നത് മുഴുവനും, അത് ഓതാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല മൂപ്പര്, എനിക്കത് ഓതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി ഇന്ന ഹുബ്ബക ഇയ്യാഹാ അദ്ഖലക്കൽ ജന്ന, ആ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടന്നു. ആ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചു, നിങ്ങൾ സ്വർഗത്തിൽ കടന്നു, അത് നിങ്ങളെ സ്വർഗത്തിൽ കടത്തി. ഒരാൾ 10 വട്ടം ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഒരു കൊട്ടാരം പണിയും, 20 വട്ടം ഓതിയാൽ 2 കൊട്ടാരം പണിയും. നമ്മളിപ്പോ ഒരു വീട് എടുക്കണമെങ്കിൽ എത്ര പണിയുണ്ട്? നമ്മളെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വീട്, അതിന്റെ കടം പിന്നെ കുറെ കാലം. സ്വർഗത്തിൽ ഒരു കൊട്ടാരം, സ്വർഗത്തിലെ കൊട്ടാരാണ് ഈ പറയുന്നത്. ആ കൊട്ടാരം പണിയും 10 എണ്ണം ഓതിയ, 30 എണ്ണം ഓതിയ 3 എണ്ണം. അപ്പൊ റളിയല്ലാഹു ഇത് കേട്ടപ്പോ പറഞ്ഞു എന്നാ ഞങ്ങൾ കുറച്ച് പണിയും നബി എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പണിയും, ഇന്നാല നുക്സിറു ഖുസൂറന, ഞങ്ങൾ കുറച്ചധികം കൊട്ടാരങ്ങൾ ഉണ്ടാക്കും നബി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഖുൽ ഹുവല്ലാഹു നല്ല ഓതും തന്നെ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു കുറവും പറ്റില്ല, നിങ്ങൾ എത്ര ഓതിയാലും അള്ളാഹ് തോൽക്കില്ല, അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹു സൂറത്തിനെ പരമാവധി വർദ്ധിപ്പിക്കാൻ നോക്കുക. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന്, ഇഖ്ലാസ് നേടാൻ.
നമുക്കുള്ള അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടാവണല്ലോ. ഈ ഇഖ്ലാസ് ഉണ്ടാവുന്നതിലൊക്കെ ഖുൽ ഹുവല്ലാഹു സൂറത്തിന് നമ്മളെ മുഖ്ലസീങ്ങളാക്കുന്നതിൽ ഇഖ്ലാസിന് വലിയ പങ്കുണ്ട്. ഇഖ്ലാസ് നമ്മളെ മുഖ്ലസീങ്ങളാക്കും. മുഖ്ലസീങ്ങളുടെ അടുത്തേക്ക് പിശാച് വരില്ല. ഈ മുഖ്ലസീങ്ങളുടെ ആ ദറജയിലേക്ക് നമ്മെ ഉയർത്താൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ റവാത്തിബ് സുന്നത്തുകളെ, പ്രത്യേകിച്ച് 12 റവാത്തിബ് സുന്നത്ത്, മുഅക്കദായ സുന്നത്തുകൾ, അതിന്റെ കൂടെ ളുഹറിന്റെ മുമ്പ് 2 എന്നുള്ളത് 4 ആക്കുക. അങ്ങനെ സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാന്റെ ശേഷം 2, ഇങ്ങനെ ഉള്ള ഈ സുന്നത്തുകൾ ഏറ്റവും മുഅക്കദായത് സുബഹിന്റെ മുമ്പ്, ളുഹറിന്റെ മുമ്പ് ശേഷം 2, പിന്നെ മഗ്രിബിന്റെയും ഇശാന്റെയും ശേഷം ഈ 2, ഇതാണ് ഏറ്റവും മുഅക്കദായത്. അപ്പൊ 10 ആയി. ളുഹറിന്റെ മുമ്പ് 2 എന്നുള്ളത് 4, അതിൽ ഒരുപാട് ഹദീസുകൾ വേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 4 റക്അഅത്തിൻ ഖബ്ല ളുഹരി, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പാതിരാ നിസ്കാരത്തോട് കടപിടിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായോ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, മൻ ഖാമ ബിഅശ്രി ആയാത്തിൻ, 10 ആയത്തുകൾ ഓതിയിട്ട് ഒരു ദിവസം നിസ്കരിച്ചാൽ, രാത്രി നിസ്കരിച്ചാൽ, രാത്രി നിസ്കാരം ചുരുങ്ങിയത് ഒരു 10 ആയത്തെങ്കിലും ഓതിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക. അത് ഓതിയാൽ, ഇതിപ്പോ രാത്രി തഹജ്ജുദ് ആവട്ടെ ഏതാവട്ടെ, 10 ആയത്ത് കൊണ്ട് ഒരാൾ രാത്രി നിസ്കരിച്ചാൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവനെ രേഖപ്പെടുത്തില്ല. അശ്രദ്ധനാണെന്ന് പിന്നെ അവനെ സംബന്ധിച്ച് പറയില്ല. ഗഫലത്തിന്റെ ആളുകൾ, അള്ളാഹിനെ ദിക്ർ ചെയ്യാത്ത ആളാണെന്ന് പറയില്ല. ഒമൻ ഖാമ ബിമിഅത്തി ആയത്തിൻ, 100 ആയത്ത് കൊണ്ട് ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ കുതിബ മിനൽ ഖാനിതീൻ, ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ അവനെ രേഖപ്പെടുത്തപ്പെടും. ഖാനിതീങ്ങളെ നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട മറിയം ബീവിയൊക്കെയാണല്ലോ ഖാനിതീങ്ങൾ എന്ന് പറഞ്ഞത്. ആ ജാതിയിൽ അള്ളാഹുവിനെ ആരാധിച്ച മഹത്തുക്കളുടെ ഗണത്തിൽ ഇവനെയും ഉൾപ്പെടുത്തും എന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു 100 ആയത്ത് ഓതി നിസ്കരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. ഇതുപോലെ പിന്നെ നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അങ്ങനെ തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പറയാനുണ്ട്, മറ്റവസരങ്ങളിൽ പറയാം. ഇനി ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച്, ഉദാഹരണം ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ച്, തറാവീഹിനെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇനി ഇവിടെ കൃത്യമായ ക്ലാസുകൾ, ചർച്ചകൾ വരും. അപ്പൊ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും മറ്റ് തബ്ഖ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ടാവും. ആ ജോലി അതും കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നല്ല നിയ്യത്തോടുകൂടെ ജോലി ചെയ്താൽ അതിനൊക്കെ കൂലിയുണ്ട്. അതിന്റെ ഒക്കെ ഇടയിൽ നമ്മുടെ നാവ് കൊണ്ടും മറ്റുമൊക്കെ ചെയ്യാവുന്ന ചില അമലുകളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇങ്ങനെ ഒരുപാട് അമലുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, ഖുർആനിന്റെ മാസമാണ്, ഖുർആനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, തൗബയുടെ മാസമാണ്, തൗബ ചെയ്തുകൊണ്ട്, ദാനധർമ്മത്തിന്റെ മാസമാണ്, ദാനധർമ്മം ചെയ്തുകൊണ്ട്, അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും മാസമാണ് ചുരുക്കത്തിൽ. അതൊക്കെ ചെയ്ത് നോമ്പ് കൃത്യമായി, അതുകൊണ്ട് എന്തൊരു ലക്ഷ്യമാണോ ലഅല്ലക്കും തത്തഖൂൻ, അതിവിടെ വിശദീകരിക്കപ്പെടും. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് ഉതകുന്ന വിധത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്, തറാവീഹൊക്കെ കൃത്യമായി നിസ്കരിച്ചുകൊണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മാസത്തെ ഓരോ സെക്കൻഡുകളെയും ധന്യമാക്കണം, ഫലപ്രദമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളെല്ലാവരും ഈ വിശുദ്ധമായ ഈ മാസത്തിലെ ദുആയിൽ എന്നെയും വേണ്ടപ്പെട്ട എല്ലാവരെയും, മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി വിശിഷ്യ ആഖിബത്ത് നന്നായി നല്ല മുഅ്മിനായി, പൂർണ്ണ മുഅ്മിനായി മരിച്ചു കിട്ടണം. അതാണ് നമ്മുടെ മർമ്മമായ ലക്ഷ്യം. അതിനുവേണ്ടി അള്ളാഹു പൊരുത്തപ്പെട്ട അവസ്ഥയിൽ, ആ റിളയോടുകൂടെ റാദിയത്തൻ മർളിയ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടിട്ടുള്ള ആ മുത്മഇന്നത്തായ അവസ്ഥയിലുള്ള മരണം, അത് നമുക്ക് സാധ്യമാവണം, നമുക്കെല്ലാവർക്കും സാധ്യമാവണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളെ എന്റെ വിനീതമായ എളിയ ദുആകളിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.